നമുക്ക് നമ്മുടെ ശിരസ്സുകളെ നമിച്ചുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിക്കാം. പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിൽ എനിക്കായിട്ട് എപ്പോഴും കാര്യസ്ഥനായി നിൽക്കുന്ന യേശുവമ്പുരാനെ, നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം എപ്പോഴും എനിക്ക് നീ നൽകണമേ. ലോക വ്യാപാരങ്ങളിലെ വിവിധ പരീക്ഷകളിലും വേദനകളിലും ആരാലും പരിഗണിക്കപ്പെടാതെയും ഒറ്റപ്പെട്ടും പരിഹാസിതനായി പോകുന്ന നിമിഷങ്ങളിലും നിൻ്റെ ശോഭയേറിയ മുഖം എനിക്ക് മറവായിരിക്കരുതേ. എൻ്റെ പാപബഹുലതകൾ നിൻ്റെ മുഖത്തെ എന്നിൽ നിന്നും മറച്ചു കളയുകയും അരുതേ. എൻ്റെ അകൃത്യ നിമിത്തം നീ എന്നിൽ നിന്നും അകന്നു നിൽക്കുകയും അരുതേ. കർത്താവെ, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം നിൻ്റെ കൈ കുറുകിപ്പോകുകയോ കേൾക്കുവാൻ കഴിയാതെ വണ്ണം നിൻ്റെ ചെവി മന്ദമായി പോകുകയോ ചെയ്തിട്ടില്ലല്ലോ. എനിക്കായി പക്ഷപാതം ചെയ്യുവാൻ നീ എഴുന്നള്ളണമേ. ആരുമില്ലെന്ന് അവൻ കണ്ടു, പക്ഷപാതം ചെയ്യുവാൻ ആരുമില്ലായകയാൽ ആശ്ചര്യപ്പെട്ടു. അതുകൊണ്ട് അവൻ്റെ ഭുജം തന്നെ അവന് രക്ഷവരുത്തി, അവൻ്റെ നീതി അവനെ താങ്ങി എന്ന് യെശയ്യാവിൻ്റെ പുസ്തകം 59-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതിനെ ഓർത്ത് നിൻ്റെ വചനം എന്നിൽ നിറവേറണമേ. കർത്താവെ, എനിക്ക് സ്വന്തമായി ഒരു നീതിയുമില്ല. എന്നെ നീതീകരിക്കുന്നവൻ നീയാകുന്നു. നീ ഏറ്റ അടികളാലും നിന്ദകളാലും നീതിയില്ലാത്ത ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അടിക്കുന്നവർക്ക് നീ നിൻ്റെ മുതുകും രോമം കത്രിക്കുന്നവർക്ക് നീ നിൻ്റെ കവിളും കാണിച്ചു കൊടുത്തു. നിൻ്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനും മറച്ചില്ല. നീ നിൻ്റെ മുഖം തീക്കല്ല് പോലെ ആക്കിയിരുന്നു. എന്നെ നീതീകരിക്കുവാൻ വേണ്ടി നീ നിൻ്റെ ശരീരത്തെ സകല വേദനകളും ഏറ്റുവാങ്ങി. കർത്താവെ, എനിക്ക് വേണ്ടി ഇവയെല്ലാം സഹിച്ചതിനാൽ നിനക്ക് സ്തുതി. എന്നെ നീതീകരിക്കുന്നവൻ എൻ്റെ സമീപത്ത് തന്നെയുണ്ട്. നിനക്ക് സ്തുതി, സ്തോത്രം, ആമീൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, അനുഗ്രഹീതമായ പ്രഭാതത്തിൽ കർത്താവിൻ്റെ കാൽപാദത്തിൽ ഇരുന്നുകൊണ്ട് തിരുവചനങ്ങളെ ധ്യാനിക്കുവാനും ദൈവിക മർമ്മങ്ങളെ ആരായുവാനും നിങ്ങൾ കാണിക്കുന്ന ഈ ഉത്സാഹത്തെ പരിശുദ്ധാത്മാവ് മാനിക്കുകയും കർത്താവ് സന്തോഷിതനാകുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം നിങ്ങളെ അറിയിച്ചുകൊള്ളട്ടെ. ഇത് നേരിൽ കേൾക്കുന്നവരും ഓൺലൈനിൽ കേൾക്കുന്നവരും ഒക്കെ ഉണ്ട്. അവരെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമ്മളെ നീതീകരിക്കുന്നതിനായൊരു ദൈവത്തെ നമ്മൾ ഇനി മുതൽ പരിചയപ്പെടുവാനായിട്ട് തുനിയുകയാണ്. നമ്മൾ റോമർക്കെഴുതിയ ലേഖനം വളരെ സൂക്ഷ്മതയോടുകൂടി പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നീതി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യം ദൈവികമായി ആരായുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ ചില മർമ്മങ്ങൾ തെളിവാക്കി കർത്താവ് തരികയും കർത്താവിനോടുള്ള സ്നേഹം അതുമൂലം വർദ്ധിക്കുവാനിടയാകുകയും ചെയ്യും. റോമർക്കെഴുതിയ സുവിശേഷത്തിൻ്റെ 14-15 വാക്യം വരെയാണ് നമ്മൾ ഇതുവരെ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്തിരുന്നത്. യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാലാവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ കടക്കാരായിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ സാരം എന്താണെന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്തത്. നമ്മൾ ആരോടാണ് കടപ്പെട്ടിരിക്കേണ്ടത് എന്ന് പൗലോസ്ലീഹ വൃത്തിയായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരായിരിക്കുന്നത്, ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ജഡത്തിന് കടക്കാരല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആത്മാവിന് നമ്മൾ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതിൻ്റെ ഒരു വിശാലമായ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ ഇനിയും അടുത്ത
വചനങ്ങൾ തൊട്ട് പ്രവേശിക്കുവാൻ പോവുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വ്യാപാരം ഉണ്ടാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവികമായ ചിന്തകൾ നമ്മളിലേക്ക് വരണം. നമ്മളിൽ കടന്നുകൂടിയിട്ടുള്ള അസ്വസ്ഥതകൾ എല്ലാം പരിശുദ്ധാത്മാവ് ഇപ്പോൾ തന്നെ ശുദ്ധീകരിച്ച് നീക്കി നമ്മളെ വെടിപ്പാക്കി തിരുവചനം പറയുവാനും ഗ്രഹിക്കുവാനുമുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. എഫേസ്യ ലേഖനത്തിൽ പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്ന പോലെ, ഞാൻ ചെങ്ങല ധരിച്ച് സ്ഥാനാധിപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം നിങ്ങളോട് അറിയിപ്പാൻ വേണ്ടി എൻ്റെ വായ് തുറക്കപ്പെടേണ്ടതിനും നിൻ്റെ വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടതിന് പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. അപ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി ഇരിക്കണം. എന്ന് ഇവിടെ ഞാൻ മാത്രമേ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനുള്ളൂ. അതുകൊണ്ട് ഈ വചനം പറയുമ്പോഴുള്ള ഒരു പ്രതിസന്ധി, ഈ പറയുന്ന ആൾ പല കാര്യങ്ങളിൽ വ്യാപൃതനായി കഴിഞ്ഞാൽ ഒരുപാട് ഡിസ്ട്രാക്ഷൻസാണ്. പിന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത കാര്യം നമ്മളിലേക്ക് എത്തുവാൻ കുറച്ച് സമയമെടുക്കും. നമ്മൾ ആ ട്രാക്കിലേക്ക് വരണം. അപ്പോൾ ഇന്നിവിടെ വേറെ ആരുമില്ല, എന്നെ സഹായിപ്പാൻ ആരുമില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ അപ്രകാരം ബോധപൂർവം പ്രാർത്ഥിച്ചതാണ്. എങ്കിലും എന്നെ നീതീകരിക്കുന്നവൻ എൻ്റെ സമീപത്തുണ്ട് എന്നുള്ള ഒരു ബോധ്യത്തോടുകൂടി ബലഹീനതയിൽ ശക്തി തെളിയിച്ചു തരുന്ന കർത്താവിൻ്റെ സാന്നിധ്യവും പേറിക്കൊണ്ട് നമ്മൾ വലിയൊരു ഗഹനമായ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് 16-ാം വാക്യത്തിലേക്ക് നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യം. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായിട്ട് ദൈവശക്തി ആകുന്നുവല്ലോ. അടുത്ത വചനം കൂടെ വായിച്ചോളൂ. അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെട്ടു വരുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഒരാമുഖമായിട്ട് പഠിച്ചിട്ട് സമയമുണ്ടെങ്കിൽ അടുത്ത വചനം കൂടെ പഠിക്കാം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പൗലോസ്ലീഹ പറയുകയാണ്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഈ സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോസ്പൽ അല്ലെങ്കിൽ സുവാർത്ത, സുവിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ കൂടി പെട്ടെന്ന് പോകുന്നത് എന്താണ്? അതായത് ദൈവവചന ശുശ്രൂഷ എന്ന് മാത്രമാണ്. അത് മാത്രമല്ല സുവിശേഷം. അത് സുവിശേഷങ്ങളിൽ ഒന്ന് മാത്രമാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ദൈവവചനങ്ങൾ പറഞ്ഞു തരുന്നു. സുവിശേഷത്തിൻ്റെ ഒരു ഭാഗമാണ്. എല്ലാവരും സുവിശേഷകരാണ്. പക്ഷേ എല്ലാവരും ദൈവവചന പ്രഘോഷകരാണോ? അപ്പോൾ പിന്നെ എല്ലാവരും സുവിശേഷകരല്ല എന്ന് പറയേണ്ടി വരും. എല്ലാവരും ദൈവവചന പ്രഘോഷകരല്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും സുവിശേഷകരല്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ ദൈവരാജ്യ നീതിയെ സംബന്ധിച്ചിടത്തോളം അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ദൈവരാജ്യ നീതി എന്താണെന്ന് പറയാം. ഇപ്പോൾ ആ വാക്ക് മനസ്സിലങ്ങോട്ട് പതിക്കുക. ദൈവരാജ്യ നീതിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും സുവിശേഷകരാണ്. വചനം പ്രഘോഷിക്കാത്തവരും സുവിശേഷകരാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ സുവിശേഷം അവരറിയിക്കുന്നത്? സുവിശേഷത്തിൻ്റെ കാതലായ ഭാഗമെന്ന് പറയുന്നത് വിശുദ്ധ ജീവിതമാണ്. വിശുദ്ധ ജീവിതമില്ലാതെ ഞാനിതെല്ലാം എത്ര പറഞ്ഞാലും, നിങ്ങളെല്ലാം എത്ര കേട്ടാലും ഇതൊന്നും കാര്യമാകുവാൻ പോകുന്നില്ല. വചനം കേട്ട് നമ്മളെ തന്നെ ചതിക്കുന്നവരായിട്ട് മാറുന്നു എന്നുള്ളതല്ലാതെ നമ്മളതിനെ പ്രമാണിക്കുവാനുള്ള ഒരു ക്രമീകരണം നമ്മൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, ചെയ്യുന്നില്ലെങ്കിൽ എന്ന് പറയുന്നില്ല. അതൊക്കെ ഇനിയും പഠിക്കുമ്പോൾ മനസ്സിലാവും. കാരണം ഇത് നമ്മളെക്കൊണ്ട് ചെയ്യുവാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. അപ്പോൾ നീതീകരിക്കുന്നവൻ സമീപത്ത് വന്ന് നമ്മളെ നീതീകരിക്കാതെ
നമുക്കാർക്കും നീതി കിട്ടത്തുമില്ല. അപ്പോൾ നമ്മൾ സുവിശേഷം അറിയിക്കുക എന്ന് പറഞ്ഞാൽ ചെറുതും വലുതുമായ എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ ഇടപെടേണ്ട മേഖലകളിൽ കർത്താവിനെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നമ്മൾ കൊണ്ട് നടക്കുന്ന കർത്താവിനെ പ്രൊജക്റ്റ് ചെയ്യുക. അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഞാനില്ലാതാവും. ഞാനില്ല. ഇവിടെ പ്രൊജക്റ്റ് ചെയ്യുന്നത് കർത്താവിനെയാണ്. അതെങ്ങനെയാണ് കർത്താവിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത്? നമ്മുടെ ജീവിത വിശുദ്ധിയിൽ കൂടി, അത് കർത്താവ് തൻ്റെ കൃപയാൽ നമ്മളുടെ മേൽ കനിവോടെ പകർന്നു തരുന്ന ജീവിത വിശുദ്ധിയിൽ കൂടി നമ്മൾ ഉള്ളിലുള്ള യേശുവിനെ നമ്മളുടെ ശരീരത്തിൽ കൂടി ആദ്യം പ്രൊജക്റ്റ് ചെയ്യണം. ശരീരത്തിൽ കൂടി പ്രൊജക്റ്റ് ചെയ്യണം. എങ്ങനെയാണ് ശരീരത്തിൽ കൂടി പ്രൊജക്റ്റ് ചെയ്യുന്നത്? ശരീരത്തിൽ കൂടി പ്രൊജക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ കൂടിയാണ് അതിൻ്റെ പ്രൊജക്ഷൻ ഉണ്ടാവേണ്ടത്. നമ്മുടെ നാക്കിൽ കൂടി, നമ്മുടെ നോട്ടത്തിൽ കൂടി, നമ്മുടെ മണത്തിൽ കൂടി, നമ്മുടെ സ്പർശനത്തിൽ കൂടി, നമ്മുടെ കേൾവിയിൽ കൂടി, ഇതിൽ കൂടി ഓരോ ഇന്ദ്രിയങ്ങളും വിശുദ്ധമാക്കപ്പെടുമ്പോൾ നമ്മൾ എവിടെ പോയാലും ഏത് സാഹചര്യത്തിൽ നിന്നാലും അവിടെ കർത്താവിനെ പ്രൊജക്റ്റ് ചെയ്യും. അപ്പം നമ്മൾ പോലും അറിയാതെ മറ്റുള്ളവർക്ക് ആ സുവിശേഷം കിട്ടും. ഇപ്പം മൈലപ്രായിലെ മാത്യു ശ്രമ്പാച്ചൻ സുവിശേഷം പറയാനെങ്ങും പോയില്ല. ഇതുപോലൊക്കെ ചെറിയ ധ്യാന പ്രസംഗങ്ങളൊക്കെ ചെയ്യുമെന്നുള്ളതല്ലാതെ ലോകമെമ്പാടും പോയി സുവിശേഷം അറിയിച്ചില്ല. പക്ഷെ ലോകമെമ്പാടുമുള്ളവർ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നു. അപ്പോൾ സുവിശേഷം വിശുദ്ധിയുള്ളിടത്തു നിന്ന് പ്രതിഫലിക്കുന്ന ഒരു സംഗതിയാണ്. അതിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. യോഹന്നാൻ സ്നാപകൻ സുവിശേഷം അറിയിച്ചത് എവിടെയാണ്? മരുഭൂമിയിലാണ്. മരുഭൂമിയുടെ പ്രത്യേകത എന്താ? അവിടെ ഒറ്റ ആളില്ല. പക്ഷെ ആളുകൾ അവൻ്റെ അടുക്കിലേക്ക് ചെന്നു. നമ്മൾ നഗരമധ്യത്തിൽ സുവിശേഷം അറിയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ആളുകളുടെ എണ്ണം നോക്കി സുവിശേഷം അറിയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇത്ര ആളുണ്ടെങ്കിലേ ഞാൻ പ്രസംഗിക്കുകയുള്ളൂ, എത്ര ആൾ കേൾക്കുവാനുണ്ടെങ്കിലേ ഞാനിത് പറയുകയുള്ളൂ എന്ന് നമ്മുടെ മനസ്സിൽ അറിഞ്ഞോ അറിയാതെയോ ശാഠ്യത്താലോ ചിന്തിച്ചു പോയാൽ അതിനകത്ത് സുവിശേഷത്തിൻ്റെ ഒരു മൂല്യമില്ല. അത് പ്രസംഗകരുടെ കാര്യം. ഇനി ദാനം ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ദാനം ചെയ്യുന്നത് സുവിശേഷമാണോ എന്നുണ്ടെങ്കിൽ ഇടങ്കൈ ചെയ്യുന്നത് വലങ്കൈ അറിയരുത്. അത് ദാനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ വെർച്യൂസും അങ്ങനെയാവണം. അതായത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിട്ട് നമ്മളെ തന്നെ ചിത്രീകരിച്ചാൽ ആ സുവിശേഷം പോയി. ഉപവസിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കണം സുവിശേഷം അറിയിക്കേണ്ടത് എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. എങ്ങനെയായിരിക്കണം? ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനാണ് അത് ചെയ്യുന്നത്. അതായത് 4 പേര് കാണുമ്പോൾ വലിയ ഉപവസിക്കുന്ന ആളാണ് കേട്ടോ, അച്ഛൻ രാവിലെ മുതൽ ഉച്ച വരെ അല്ലെങ്കിൽ വൈകിട്ട് വരെ പട്ടിണിയാണ്, അതുകൊണ്ട് അച്ഛന് അല്പനേരം വിശ്രമിക്കാനുള്ള ക്രമീകരണമൊക്കെ അവിടെ ചെയ്യണം. അങ്ങനൊരു ഭാവം അല്ലെങ്കിൽ ഒരു പ്രതിച്ഛായ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്ത ഉപവാസത്തിന് അല്ലെങ്കിൽ അനിഷ്ട ഉപവാസത്തിന് അതിൻ്റെ ദൈവസന്നിധിയിലെ മൂല്യം പോയി. അതുകൊണ്ട് നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ വാടിമുഖം കാണിക്കരുത്. നിങ്ങൾ കുളിച്ച് വൃത്തിയായിട്ട് മുഖം കഴുകി പ്രസന്നതയോടെ തന്നെ നടക്കണം. ഒരു മനുഷ്യൻ പോലും അറിയരുത് നിങ്ങൾ ഉപവസിക്കുകയാണ് എന്നുള്ളത്. പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ പള്ളിയിൽ പ്രധാന സ്ഥലം അല്ലെങ്കിൽ അത്താഴത്തിൽ പ്രധാന സ്ഥലം, പള്ളിയിൽ മുഖ്യാസനം, അങ്ങാടിയിൽ വന്നതിനോ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് അങ്ങനെ തോന്നലുണ്ടാവും, ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്നെ എല്ലാവരും ബഹുമാനിക്കണം, ആദരിക്കണം എന്നൊരു തോന്നലുണ്ടാവും. അപ്പോൾ അങ്ങനെ തോന്നലുണ്ടായിക്കഴിഞ്ഞാൽ ഈ പ്രാർത്ഥിച്ചതിൻ്റെ വില മുഴുവൻ പോയി. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ വെച്ച് സുവിശേഷത്തെ നമ്മൾ റീഡിഫൈൻ ചെയ്യേണ്ടി വരും. സുവിശേഷം എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഈ ഗോസ്പൽ പറയുക എന്നാണ് വിചാരം. ഗോസ്പൽ പറയാൻ വിളിക്കപ്പെട്ടവർ മാത്രം പറഞ്ഞാൽ മതി, എല്ലാവരും ഗോസ്പൽ പറയണ്ട. പക്ഷേ ഗോസ്പൽ നമ്മളിൽ കൂടി പരിശുദ്ധാത്മാവ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളല്ല ചെയ്യുന്നത്, പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത്. നമ്മളാണ് ചെയ്യുന്നതെന്നുള്ള ബോധം അറിഞ്ഞോ അറിയാതെ വന്നാൽ പോലും അവിടെയും പ്രശ്നമാണ്.
പക്ഷേ ഈ സുവിശേഷം ഇങ്ങനെ അനുഷ്ഠിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ലജ്ജ. സുവിശേഷം അനുഷ്ഠിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവാവുന്ന ഒരു കാര്യമാണ് ലജ്ജ. കാരണം ദൈവിക കാര്യങ്ങൾ നമ്മൾ ചെയ്യുവാൻ തയ്യാറാവുമ്പോൾ സമൂഹത്തിൽ അത്ര മാന്യതയുള്ള കാര്യമായിരിക്കണമെന്നില്ല. അപ്പോൾ നമുക്കതിലൊരു ലജ്ജ വരും. അതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് താഴോട്ട് പഠിക്കാം. അത് ഈ നീതിയുമായിട്ട് ബന്ധപ്പെട്ട് അതിനൊരു സ്പിരിച്വൽ എക്സ്പ്ലനേഷനുണ്ട്. പല കാര്യങ്ങളും കൃത്യമായ ആത്മവ്യാപാരം നമ്മളിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലജ്ജ തോന്നും പല കാര്യങ്ങളും ചെയ്യുവാൻ. ഈവൻ സമൂഹത്തിൽ മാന്യതയുള്ള കാര്യം പോലും സുവിശേഷപരമായി ചെയ്യുമ്പോൾ നമുക്ക് ലജ്ജയുണ്ടാവും. ഉദാഹരണം, ദാനം കൊടുക്കുക എന്ന് പറയുന്ന ഒരു സൽക്കർമ്മം പരിശുദ്ധാത്മാ വ്യാപാരത്തിൽ നമ്മൾ ചെയ്യുവാൻ തുനിയുമ്പോഴും ചിലപ്പോൾ നമുക്ക് ഒരു ലജ്ജയുണ്ടാവാം. പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നമുക്കൊരു ലജ്ജ, സുവിശേഷം പറയുവാൻ പറയുമ്പോൾ ലജ്ജ, നമുക്കൊരു ബുദ്ധിമുട്ട്, മൊത്തത്തിലൊരു ബുദ്ധിമുട്ടാണ്. ആരാധന നിൽക്കുമ്പോൾ വിശുദ്ധ കുർബാനക്രമം തുറന്ന് ഉറക്കെ പാടണം അല്ലെങ്കിൽ ആരാധിക്കണം എന്ന് പുരോഹിതൻ നിഷ്കർഷിച്ചാലും അങ്ങനെ പാടുവാനൊരു ലജ്ജ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ വിശുദ്ധ കുർബാനയുടെ ഇടയ്ക്ക് പ്രബോധനങ്ങളുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എക്സോർട്ടേഷൻസ്, നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു എക്സോർട്ടേഷൻസ് പലയിടത്ത് ശുശ്രൂഷക്കാരൻ നിങ്ങളോട് പറയുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഏവൻഗേലിയൻ വായിക്കുമ്പോൾ നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെയ്തു കൊടുക്കണം. ആരെങ്കിലും അങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ടോ? അതോ ഗോസ്പൽ വായിക്കുമ്പോൾ മറ്റ് ആരാധനയിൽ നിന്ന് അതേ അളവിലാണോ നമ്മൾ നിൽക്കുന്നത്? അതിനേക്കാളിൽ കുറച്ചും കൂടെ സീരിയസ്നെസ് ആയിട്ട് നിൽക്കണമെന്നാണ് പറയുന്നത്. ശോശപ്പ ആഘോഷിക്കുമ്പോൾ സഹോദരങ്ങളെ നാം എല്ലാവരും, അവിടെയും പറയുന്നുണ്ട്, ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും. അടുത്ത് നിൽക്കുന്നവനെ ചിലപ്പോൾ നമ്മളുടെ എതിരാളിയായിരിക്കാം, മിണ്ടിയിട്ടില്ല ആളോട്, ഒരുമിച്ച് ഇന്ന് ആരാധിക്കുകയാണ്. ശുശ്രൂഷക്കാരൻ എക്സോർട്ടേഷൻ നടത്തുകയാണ്, സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിൽക്കണം. അങ്ങനെ നിന്നിട്ട് വേണം ബഹുമാനപ്പെട്ട് ഈ ആചാര്യൻ്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ ഈ കുർബാനയിൽ നിങ്ങൾ സൂക്ഷിക്കണം. അന്നേരമായിരിക്കും മൊബൈൽ ഫോൺ വരുന്നതും അത് അറ്റൻഡ് ചെയ്യാൻ ഇറങ്ങിപ്പോകുന്നതും. എന്തെങ്കിലും സൂക്ഷ്മതയുണ്ടോ? ഒരു സൂക്ഷ്മതയില്ല. സ്തോമൻ കാലോസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്തിനാണ്? നാം നല്ലവണ്ണം നിൽക്കണം എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളത് മാത്രമല്ല അർത്ഥം. ഇപ്പോൾ നിൽക്കാൻ പിന്നെ പറ്റാത്ത ഒരാളെന്ത് ചെയ്യും? സ്തോമൻ കാലോസ് ഡിനേ ചെയ്യുകയാണെന്നാണോ അർത്ഥം? അല്ല. സ്തോമൻ കാലോസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ നിൽപ്പ് ദൈവത്തിന് പ്രീതികരമായിരിക്കണം, മനുഷ്യർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുകയും വരുത്. നമ്മളുടെ ഒരു ഭാവം എൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് ദൈവിക കൃപ നഷ്ടപ്പെടുത്തുവാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. ചിലരുണ്ട് പാടുമ്പോൾ അങ്ങ് ഉറച്ചങ്ങ് പാടും, എന്നാൽ അടുത്ത് നിൽക്കുന്നവന് എൻ്റെ ശബ്ദം കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കുന്നില്ല. നല്ലത് തന്നെ, ഉറച്ചു പാടുന്നതൊക്കെ നല്ലത് തന്നെ. പക്ഷേ ആരാധന പൊതുവായിട്ട് നടത്തുന്നതാണ്, അതും ലജ്ജയില്ലാത്തൊരു കാര്യമായിട്ട് മാറുകയാണ്. ചിലർ പാടത്തേയില്ല, വാ തുറക്കത്തേയില്ല, കാരണം ലജ്ജയാണ്. ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു പ്രയാസം, എന്തെങ്കിലും താഴെ വീണായിരുന്നു, അതിങ്ങെടുക്കാമോ? ഒരു പ്രയാസം, ലജ്ജയാണ്, വാ തുറക്കുകയില്ല. നാം അട്ടഹസിച്ച് പറയണം. ഒറ്റ ഒരു തമ്മിണ്ടില്ല, അട്ടഹസിച്ച് പറയണമെന്നാണ് പറയുന്നത്. സാധാരണ പറയുന്ന പോലെ പറഞ്ഞാൽ പോരാ. ചിലരിങ്ങനെ മർമറി ചെയ്യും ആ സമയത്ത്. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു ആദ്യം മുതൽ. ചിലർ മിണ്ടത്തേ ഇല്ല. നിങ്ങൾക്കറിയാൻ വയ്യാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം.
ഈ പാടാത്തവർ ആരുണ്ട്, ആരാധിക്കാത്തവരാരുണ്ട്, പ്രാർത്ഥന ചൊല്ലാത്തവരാരുണ്ട് എന്നുള്ളത് പുരോഹിതന് കൃത്യമായിട്ട് മനസ്സിലാകും. എപ്പോഴാണെന്നറിയാമോ? ആരോടും പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ, ആരോടും പറയല്ലേ, നിങ്ങൾക്ക് മാത്രം പറയാനുള്ള രഹസ്യമാണ്. എന്നിട്ട് ഞാൻ ഓൺലൈനിൽ കൂടെ വിടുകയാണ്. നിങ്ങൾ വിശുദ്ധ കുർബാന അനുഭവിക്കാൻ വരുമ്പോൾ വായ തുറക്കുമല്ലോ. എന്നോടൊരു ദന്തിസ്റ്റ് പറഞ്ഞു, അച്ഛാ നമ്മൾ 2 കൂട്ടരാണ് ഈ പീഡനം അനുഭവിക്കുന്നത്. ഞാൻ പറഞ്ഞു, എന്ത് പീഡനം? ചിലരങ്ങോട്ട് വാ തുറന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പൊന്ന് അവിടെ നിൽക്കാൻ പറ്റില്ല. വായ നല്ല വൃത്തിയായിട്ട് കൊണ്ടുവരണം. ഞാൻ ആ കാര്യം പറയാനല്ല വന്നത്. ചിലരുടെ അങ്ങനെയാണ് ബൈ ഡീഫോൾട്ട് അങ്ങനെ വരുന്നത്. നമുക്ക് അത് അറിയാം. നമ്മൾ വാ വൃത്തികേടാക്കും, സിഗരറ്റും വലിച്ച് മുറുക്കി അങ്ങനെയൊക്കെ ഭയങ്കര വൃത്തികേടാണ്. എന്നിട്ട് അത് നമുക്കറിയാതെ എക്സ്പ്ലനേഷൻസ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഞാനത് പറയാനല്ല വന്നത്. വാ തുറക്കുമ്പോൾ ചിലരുടെ വായിൽ ഇങ്ങനെ നൂല് പോലെ ഉമിനീര് പ്രത്യക്ഷപ്പെടും. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അപ്പോഴാണ് അവർ വാ തുറന്നതെന്നാണ്. ആരാധനയിൽ പ്രഭാതനമസ്കാരം മുതൽ വരുമോ ഇല്ലയോ എന്നറിയത്തില്ല. ഇനിയും വിശുദ്ധ കുർബാന തുടങ്ങിയ ആ സമയം മുതൽ അവരുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവർ വാ തുറന്നത് ഇപ്പോഴാണ്. അപ്പോഴേ നമുക്കറിയാം. അതുകൊണ്ട് വിശുദ്ധ കുർബാന അനുഭവിക്കാൻ വരുമ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും ശാരീരിക അവയവങ്ങളെയൊക്കെ ഒന്ന് ക്രമീകരിച്ചിട്ട് വരിക. ഞാനതല്ല പറയാൻ വന്നത്. അപ്പോൾ നമുക്ക് പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യദൈവം വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു. ആദ്യം മുതൽ തലമുറകൾ വരെയും തനിക്ക് സ്തുതി ഹല്ലേലൂയ എന്നുള്ള ഈ സ്വർഗീയ അട്ടഹാസത്തെ നമ്മൾ ഒരുമാതിരി ലജ്ജയോടുകൂടിയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞേ ഇതൊക്കെ എന്ത് പറയാനാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഏറ്റവും പവർഫുൾ പ്രെയർ എന്ന് പറയുന്നത് പ്രെയർ അല്ല, ഈ ആരാധനയാണ്. ഏതാരാധന? പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇത് കഴിഞ്ഞേ നിങ്ങൾ പറയുന്ന ഏതെല്ലാം ഹല്ലേലൂയ സ്തുതി സ്തോത്രം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളൂ. അതുകൊണ്ടാണ് ആരാധന തുടങ്ങുമ്പം എവിടെ തുടങ്ങിയാലും ആദ്യം പറയുന്നത് എന്താണ്? പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇതിൻ്റെ ശരിയായ വേർഷനാണ് പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആദ്യം പറഞ്ഞ സ്തുതിയും ഈ സ്തുതിയും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ഗ്രഹിക്കുവാനും അല്പം പ്രയാസമാകുവാൻ സാധ്യതയുണ്ട്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറയുമ്പോൾ നമ്മൾ ആ സമർപ്പണത്തിൽ ആ സ്തുതി സമർപ്പിക്കുകയാണ്. എന്നാൽ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി എന്നങ്ങോട്ട് പറയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തെ ബ്ലസ് ചെയ്യുകയാണ്. എന്താണ്? ദൈവം ഇങ്ങോട്ടല്ലേ ബ്ലസ് ചെയ്യേണ്ടത്? ഇങ്ങോട്ടല്ലേ ചെയ്യേണ്ടത്? ദൈവം നമ്മളെയല്ലേ ബ്ലസ് ചെയ്യുന്നത് നമ്മൾ വിചാരിച്ചിട്ടുള്ളോ? എന്നാൽ ഇതങ്ങനല്ല. ദൈവത്തെ ബ്ലസ് ചെയ്യുകയാണ്. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യമുള്ള ഏക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ബ്ലസ് ദ ലോഡ് ഓ മൈ സോൾ എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അനുഗ്രഹിക്കുക എന്നാണ്. ബ്ലസ് ദ നെയിം. അങ്ങോട്ടാണ് അനുഗ്രഹം. അങ്ങനെ ഒരു വലിയ പ്രിവിലേജിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇങ്ങോട്ട് മാത്രമല്ല ഇത്. യു ക്യാൻ ബ്ലസ് ദ ലോഡ്. സങ്കീർത്തനക്കാരൻ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ബ്ലസ് ദ ലോഡ് ഓ മൈ സോൾ. അതാണ് പ്രാർത്ഥന തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത്. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യ ഏക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. എന്നിട്ട് നമ്മൾ പറയുകയാണ്, നമ്മൾ ബ്ലെസ് ചെയ്തതുകൊണ്ട് കർത്താവേ നിൻ്റെ അനുഗ്രഹവും അനുഗുണവും 2 ലോകങ്ങളിലും എന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ.
അതും അങ്ങോട്ടാണ്. അനുഗ്രഹിക്കട്ടെ. വലിയവൻ ചെറിയവനെയല്ലേ അനുഗ്രഹിക്കുന്നത്? അങ്ങനെയല്ലേ എബ്രായ ലേഖനത്തിൽ പറയുന്നത്? ഇവിടെ വലിപ്പച്ചെറുപ്പത്തിൻ്റെ അല്ല, ഇത് നമുക്ക് ദൈവം തന്ന പ്രിവിലേജാണ്. യു ബ്ലെസ് മീ ഓൾസോ. ഐ ക്യാൻ ബ്ലെസ് യു, ബട്ട് യു ക്യാൻ ഓൾസോ ബ്ലെസ് മീ. ഇതിനൊന്നും ലജ്ജിക്കേണ്ട കാര്യമില്ല. പൗലോസ്ലീഹ ഇവിടെ പറയാണ്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അങ്ങനെയുള്ളത് കൊണ്ടാണ് കഴുത്ത് നീട്ടി കൊടുക്കുന്നത്. കൊല്ലണോ കൊന്നോ, ജീവിക്കണോ ജീവിക്കാം, ഈ ലോകമൊന്നും എനിക്കൊരു വിഷയമേ അല്ല. നിങ്ങളെങ്ങനെ എന്നോട് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതൊന്നും എനിക്ക് വിഷയമല്ല. എത്ര പേർ വരുന്നു വരുന്നില്ല എന്നുള്ളതും വിഷയമല്ല. എനിക്ക് പറയാനുള്ളത് സുവിശേഷമാണ്. പരിശുദ്ധാത്മാവ് എന്നിൽ കൂടി ചെയ്യുന്നതും സുവിശേഷമാണ്. നിങ്ങളുടെ വീട്ടിൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് സുവിശേഷം അറിയിക്കേണ്ടത് എങ്ങനെയാണ്? കർത്താവിനെ പ്രൊജക്റ്റ് ചെയ്തിട്ടാണ്. കുഞ്ഞുങ്ങൾ കലാലയങ്ങളിൽ പോയി സുവിശേഷം അറിയിക്കുന്നത് വേദോസ്തം എടുത്ത് വചനം പറഞ്ഞിട്ടൊന്നുമല്ല. അങ്ങനെയൊന്നും പറഞ്ഞാലൊന്നും സുവിശേഷം ആവത്തില്ല. അത് ചില ഡിനോമിനേഷൻസ് അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ഭീകരമായ അവസ്ഥയാണത്. നിങ്ങൾ പറയുന്ന പോലെ ഈ വചനം ചുമ്മാ തോന്നുന്നിടത്തൊന്നും എഴുതി വയ്ക്കാനുള്ളതല്ല. എന്നിട്ട് ആളുകളെ വെറുതെ പേടിപ്പിക്കുക. ചുമ്മാ മതിലിന്മേലൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. ചൂള കത്തുന്നത് പോലെ ഒരു ദിവസം വരും. തോന്നിവാസമാണ് എഴുതി വയ്ക്കുന്നത്. കാണുന്നവർ കണ്ടിട്ട് പേടിച്ചു പോവല്ലേ ചെയ്യുന്നേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, അന്ത്യകാലത്ത് ദുർഘടങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊള്ളുക. മതിലേൽ എഴുതി വച്ചിരിക്കുകയാണ്. ഇത് വായിക്കുന്നവൻ യേശുക്രിസ്തുവിനെ പറ്റി എന്താണ് വിചാരിക്കുന്നത്? പിതാവാം ദൈവത്തിൻ്റെ സ്നേഹത്തെ കുരിശിൽ മുഴുവൻ വിരിച്ചു കാണിച്ച് തൻ്റെ ജീവൻ പോലും നമുക്ക് വേണ്ടി അർപ്പിച്ച ദൈവസ്നേഹത്തെ പേടിപ്പിച്ച് കാണിക്കുകയാണ്. ഇതൊന്നും സുവിശേഷമല്ല, ഇതൊക്കെ പൈശാചികമായ ചില വ്യാപാരങ്ങളാണ്. അതുകൊണ്ട് വചനം എവിടെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് അത് സുവിശേഷമാണ് നിർബന്ധമൊന്നുമില്ല. ഇതാണ് ഈ ചില ആൾക്കാർ, നമ്മളതിലെല്ലാം പെട്ടുപോവുകയാണ്. നല്ല സത്യമായ, നല്ല കറ ഇല്ലാത്ത സുവിശേഷം കൃത്യമായ ആരാധനയിലൂടെയും പ്രാർത്ഥനകളിലൂടെയും അപ്പോസ്തോലിക സഭകളിൽ പരിശുദ്ധ പിതാക്കന്മാർ കൈമാറി തന്നിട്ടുണ്ട്. അവരാരും മതിലേൽ എഴുതി വയ്ക്കുകയോ പേടിപ്പിക്കാനോ ഒന്നും പോയില്ല. അനുതാപകരമായ ജീവിതം നയിച്ച് ലജ്ജ കൂടാതെയുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് നയിക്കുവാൻ സഹായിക്കണമേ എന്നാണ് അവർ പ്രാർത്ഥിച്ചിട്ടുള്ളത്. അങ്ങനെയല്ലേ നമ്മൾ യാക്കോബിൻ്റെ തക്സായിലുണ്ട്, മരിക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരിക്കണം ആ മരണാവസ്ഥ എന്ന് നമുക്കറിയാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ, മരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. അപ്പോൾ പിതാക്കന്മാർ ഇങ്ങനൊരു പ്രാർത്ഥന എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. യാക്കോബിൻ്റെ തക്സ നീളമുള്ള തക്സ ആയതുകൊണ്ട് എപ്പോഴും എടുക്കാറില്ല. പെരുന്നാളുകൾക്ക് ആദ്യം കുർബാന ചൊല്ലുമ്പോൾ, അല്ലെങ്കിൽ അതുപോലെയുള്ള വിശേഷപ്പെട്ട ദിവസങ്ങളിൽ, മൊറാനായ പെരുന്നാളുകളിൽ, ഉയർപ്പ്, ഓശാന മുതലായ പെരുന്നാളിലൊക്കെ എടുക്കണമെന്നുള്ളതാണ് അതിൻ്റെ പ്രമാണം. ഒരു പുരോഹിതന് ആദ്യം കുർബാന ചൊല്ലുമ്പോൾ യാക്കോബിൻ്റെ തക്സ ചൊല്ലണം എന്നൊക്കെയുള്ള പ്രമാണങ്ങളുണ്ട്. എന്നും ചൊല്ലാം, പക്ഷേ എന്നും ചൊല്ലിയാൽ കുർബാന മിനിമം 2 മണിക്കൂർ എടുക്കും. നിങ്ങൾ യാക്കോബിൻ്റെ തക്സ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ എൻഡിങ് വരുന്നത്, ഞങ്ങൾ നിനക്കും നിൻ്റെ ഏകജാതനും പരിശുദ്ധ റൂഹായെപ്പറ്റി ഒരു നീണ്ട എക്സ്പ്ലനേഷനുണ്ട്. എന്താണെന്നറിയാമോ? സകലത്തിലും ഉത്തമനും വന്യനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു എന്നൊരു പുരോഹിതൻ ചൊല്ലിയാൽ അതിൻ്റെ അർത്ഥം ആ പുരോഹിതൻ എടുത്തിരിക്കുന്നത് യാക്കോബിൻ്റെ തക്സയാണെന്നാണ്. യാക്കോബിൻ്റെ തക്സയാണ് ആദ്യം എഴുതപ്പെട്ടതെന്ന് പറയുന്നു. അതുകൊണ്ടാണ് അതിനത്രയും ദൈർഘ്യവും അതിലെ പ്രാർത്ഥനകളുടെ കണ്ടൻറ്റും വളരെ ശ്രേഷ്ഠമാണ്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഭൂമിയും സമുദ്രങ്ങളും സ്വർഗീയ യെരൂശലേമിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരും പ്രധാന മാലാഖമാരും പ്രധാന മാലാഖമാരും റീശേവോസന്മാരും സുൽത്താന്മാരും ഹൈലവന്മാരും അനേകം കണ്ണുകളോടുകൂടിയുള്ള ക്രോബന്മാരും കാലുകളും മുഖങ്ങളും മൂടിക്കൊണ്ട് ഒരുത്തൻ്റെ അടുക്കൽ ഒരുത്തൻ പറന്നെടുത്ത് വന്ന് തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ആരെ ആർത്തട്ട് വസിക്കുന്നു അവനെ നമുക്കും വാഴ്ത്താം എന്നൊക്കെ ആ ഭാഗത്ത് ദീർഘമായി എഴുതിയിരിക്കുന്നതിനാൽ ഇത് വിശുദ്ധ കുർബാന തീരുമ്പോഴത്തേന് 2 മണിക്കൂർ എടുക്കും. അതുകൊണ്ട് പുരോഹിതന്മാർ പൊതുവെ ബാക്കി ഒരുപാട് തക്സാളുണ്ട്,
ഈവാനിയോസിൻ്റെ ക്രമമുണ്ട്, സൊസ്തോസിൻ്റെ ക്രമമുണ്ട്, ദിയോനാസ്യോസിൻ്റെ ക്രമമുണ്ട്, പത്രോസിൻ്റെ ക്രമമുണ്ട്, ക്നാസ്തോ എന്ന് പറയുന്ന ക്രമമുണ്ട്, മത്തായി റോയുടെ ക്രമമുണ്ട്, 12 അപ്പോസ്തലന്മാരുടെ ക്രമമുണ്ട്. ഒത്തിരി തക്സകളുണ്ട്. നമ്മുടെ തക്സാ പുസ്തകത്തിൽ ഏകദേശം 10ഓളം ക്രമങ്ങളുണ്ട്. അതിലൊക്കെ കൂടുതലുണ്ട്, ഒരുപാടുണ്ട്. ഇസഹാക്കിൻ്റെ ക്രമം, അങ്ങനെ ഒത്തിരി ക്രമങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് ഈ യാക്കോബിൻ്റെ തക്സയിൽ മരണത്തെപ്പറ്റി നമ്മളെ ബോധം വരുത്തുന്ന ഒരു പ്രാർത്ഥന പിതാക്കന്മാർ എഴുതിയിട്ടിരിക്കുന്ന ഇപ്രകാരമാണ്: എപ്പോഴോ എവിടെയോ തിരുമനസ്സാകുന്ന പ്രകാരം ഞങ്ങളുടെ പിഴകളെക്കുറിച്ചുള്ള ലജ്ജ കൂടാതെ നിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പാർശ്വങ്ങളിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. എത്തൊരു പ്രാർത്ഥനയാണത്. നമുക്ക് അതിലേക്കോട്ട് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയ പ്രാർത്ഥന നമ്മുടെ മരണത്തെപ്പറ്റിയുള്ളൊരു പ്രാർത്ഥനയാണ്. അങ്ങനെ ഒരു പ്രാർത്ഥന കുർബാനയിലുണ്ട്, വേറെയുമുണ്ട്. കർത്താവെ, നല്ലൊരന്ത്യത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. അപ്പോൾ ഇവരുടെ ഈ പ്രാർത്ഥനയിൽ ലജ്ജ എന്തിനോടാണ് വേണ്ടത്? ഒന്നുകൂടെ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാം. എപ്പോഴോ എവിടെയോ തിരുമനസ്സാകുന്ന പ്രകാരം ഞങ്ങളുടെ പിഴകളെക്കുറിച്ചുള്ള ലജ്ജ കൂടാതെ നിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പാർശ്വങ്ങളിൽ വന്നണയുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണമേ, എത്തിച്ചേരുവാൻ. അപ്പോൾ യഥാർത്ഥത്തിൽ ലജ്ജ തോന്നേണ്ടത് എന്തിനോടാണ്? പിഴകളോട്, അല്ലെങ്കിൽ പാപത്തോട്. പക്ഷേ നമുക്ക് പാപം ചെയ്യുവാൻ ഒരു ലജ്ജയുമില്ല. സുവിശേഷം പറയുവാൻ ലജ്ജയാണ്. അപ്പോൾ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല നമ്മളിത് വായിച്ചു വിടുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കി, നമുക്ക് ലജ്ജയാണ്. ഇപ്പം നിങ്ങളുടെ മുമ്പിലിരുന്ന് വചനം പറയുന്നത് പോലെയല്ല, ശരിക്കും സുവിശേഷം അനുഷ്ഠിക്കാൻ എനിക്ക് ലജ്ജയാണ്. നമ്മൾ സമ്മതിച്ചേ പറ്റത്തുള്ളൂ. അതൊന്ന് സൂക്ഷ്മമായിട്ട് നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ മതി. സുവിശേഷം പറയുക. ഇതിപ്പം നിങ്ങൾ ഇത്രയും പേരെൻ്റെ മുമ്പിലിരിക്കുന്നു, എനിക്കിത് നിങ്ങളോട് പറയുമ്പോൾ എനിക്കൊരു സന്തോഷം, കേൾക്കുന്ന നിങ്ങൾക്കൊരു സന്തോഷം. നിങ്ങൾ എനിക്ക് മാനം തരുന്നു, ഇവിടെ വരുമ്പോൾ വെള്ളം തരുന്നു, ഇത് കഴിയുമ്പോൾ കഞ്ഞി കുടിക്കുന്നു. വല്ല കുറവുണ്ടോ? നല്ല സുഖമുള്ള പരിപാടിയല്ലേ? ഇതിനകത്ത് എന്തോ കുഴപ്പമിരിക്കുന്നത്? അത് ലജ്ജ തോന്നാവുന്ന സുവിശേഷമുണ്ട്. അവിടെ ലജ്ജയില്ലെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ലജ്ജ തോന്നാവുന്ന സുവിശേഷമുണ്ട്. നമ്മളുടെ അധികാരിയുടെ മുമ്പിൽ 10 പേർ ഇരിക്കുന്ന സമയത്ത് അധികാരി നിന്നോട് പറയാണ്, താൻ എഴുന്നേറ്റ് പുറത്തു പോകണം, തന്നെ ഇവരുടെ കൂടെ ഇരുത്താൻ കൊള്ളില്ല എന്ന് പറയുമ്പോൾ അപമാനത്തോടെ ആ സഹനം ഏറ്റെടുത്ത് നിങ്ങൾ പോകുവാൻ തയ്യാറാകുമോ, അതോ നിങ്ങളുടെ നീതിയെ നിങ്ങൾ ന്യായീകരിക്കുമോ? എന്തുകൊണ്ട് എനിക്ക് ഇവിടെ ഇരുന്ന് കൂടാ? നിങ്ങൾക്ക് നീതിയുണ്ട്. അപ്പോൾ അവിടെ കർത്താവായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഇറങ്ങിപ്പോയേനെ. പക്ഷേ എനിക്ക് ഇറങ്ങിപ്പോകാൻ തോന്നുന്നില്ല. ലജ്ജയാണ്. അനുദപിക്കുവാൻ ലജ്ജയാണ്. എന്തുകൊണ്ടാണ് കുമ്പസാരിക്കാൻ വരുന്നവർക്ക് യഥാർത്ഥമായി കുമ്പസാരിക്കുവാൻ സാധ്യമല്ലാത്തത്? ലജ്ജയാണ്. നമ്മളുടെ കുമ്പസാരങ്ങളെല്ലാം ഇപ്പം പ്രഹസനങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. പൊതുയോഗത്തിന് വേണ്ടി കുമ്പസാരിക്കുക, കല്യാണത്തിന് വേണ്ടി കുമ്പസാരിക്കുക, മാമോദീസ നടത്തുവാൻ വേണ്ടി മാത്രം പേരൻസ് കുമ്പസാരിക്കുക. ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് വരുമ്പോൾ നമുക്ക് അനുതാപമില്ലാതാണ് കുമ്പസാരിക്കാൻ വരുന്നത്. അതുകൊണ്ട് എന്താണ്, പട്ടക്കാരൻ കുറേ പ്രബോധനങ്ങൾ തന്നിട്ട് കാര്യങ്ങൾ നമുക്ക് ഏറ്റുപറയാനുള്ള സംഗതികൾ, നിങ്ങളെ വിഷമിപ്പിക്കുന്ന സംഗതികൾ, നിങ്ങളെ ഭാരപ്പെടുന്ന നൊമ്പരങ്ങൾ, വിട്ടുമാറാത്ത പാപങ്ങൾ, മുറുകപ്പറ്റുന്ന ഭാരങ്ങൾ മുതലായവയുണ്ടെങ്കിൽ പങ്കുവയ്ക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ പലരും പറയുന്നത് പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല, ഞാൻ പിന്നെ കള്ളം പറഞ്ഞിട്ടുണ്ട്, മാതാപിതാക്കളെ അനുസരിക്കാതിരുന്നിട്ടുണ്ട്, എല്ലാവരും പറയുന്നൊരു സംഗതിയാണ്. ഇങ്ങനെ വളരെ ജനറലായിട്ട് നമ്മളിതിനെ അങ്ങ് ലളിതവൽക്കരിച്ച് വിടുകയാണ്. അനുതാപമില്ലാതെ കുമ്പസാരിച്ചിട്ട് കാര്യമില്ല. എൻ്റെ അടുത്ത് വരുന്നവരോട് ഞാൻ പറയും, രജിസ്റ്റർ അവിടെ ഇരിപ്പുണ്ട്, നിങ്ങൾ പോയി എഴുതി ഒപ്പിട്ടിട്ട് പോയിക്കോളാൻ പറയും. വെറുതെ എന്തിനാണ് സമയം കളയുന്നത്? രജിസ്റ്ററിൽ പേര് വരാനല്ലേ? അതായത് ഇതിൽ പേര് വന്നാലേ, കുമ്പസാര രജിസ്റ്ററിൽ പേര് വന്നാലേ പൊതുയോഗത്തിന് ഇരിക്കാൻ പറ്റത്തുള്ളല്ലോ, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ മാമോദീസ കുഞ്ഞിനെ നടത്താൻ പറ്റത്തുള്ളൂ. എന്നാൽ ചില നല്ല ചെറുപ്പക്കാർ പിള്ളേർ വരും കുമ്പസാരിക്കാൻ.
ഇരുന്ന് അനുദപിക്കും. അതിന് സമയം എത്ര എടുക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതിനുവേണ്ടിയാണ് കുമ്പസാരം. അത് ലജ്ജയില്ലാത്തതുകൊണ്ടാണ്. എന്തിനോട്? സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല, പാപത്തോട് ലജ്ജ തോന്നിയതുകൊണ്ടാണ് ഇതിന് വരുന്നത്. പിഴകളെക്കുറിച്ചുള്ള ലജ്ജ കൂടാതെ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പാർശ്വങ്ങളിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണമെന്നാണ്. കാരണം ഇത് സംഭവിക്കുന്നത് എപ്പോഴാണ്, എവിടെയാണ് എന്നറിയില്ല. അങ്ങനെ ഒരു മരണം കിട്ടിയാൽ ആ മരണത്തെയാണ് നല്ല മരണമെന്ന് പറയുന്നത്. ചിലപ്പോൾ ഓടെ വീണായിരിക്കും മരിച്ചത്, ആക്സിഡൻറ്റിലായിരിക്കാം മരിച്ചത്. നമ്മൾ നല്ല മരണമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? ഇങ്ങനെ കിടക്കുന്നു, മക്കളെല്ലാം ചുറ്റും വന്ന് നിൽക്കുന്നു, സങ്കീർത്തനങ്ങളൊക്കെ ചൊല്ലുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലുന്നു, പാപമോചന മാമോദീസ ഒന്ന് മാത്രമാകുന്നു നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോടെ ഉയർപ്പിന് വരുമാനിക്കും ലോകത്തിലെ പുതിയ ജീവനുമായിട്ട് ഞങ്ങൾ എന്ന് പറയുമ്പോൾ മൂത്തമ്മൻ ഇച്ചിരി വെള്ളം വായിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു, നോക്കി പാർക്കുന്നു എന്ന് പറയുമ്പോഴത്തേന് കാറ്റ് പോകുന്നു. എത്ര മനോഹരമായ മരണം എന്ന് നമ്മൾ പറയും. അത് മനോഹരമായ മരണം തന്നെയാണ്, ഇല്ലയെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ആക്സിഡൻ്റായി മരിക്കുന്ന ഒരുവനോ, കല്ലേറ് കൊണ്ട് മരിച്ച സ്തേഫാനോസോ, എന്തിനേറെ പറയുന്നു, എങ്ങും പോകണ്ട, കർത്താവിൻ്റെ കാലുറയിലേക്കൊന്ന് നോക്കുക. എന്തൊരു മരണമാണത്! അത് നല്ല മരണമായിരുന്നു, അഴുക്ക് മരണമായിരുന്നു. അപ്പം നല്ല മരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന സംഭവമൊന്നുമല്ല. ഇതാണ് നല്ല മരണം. എപ്പോഴോ എവിടെയോ ഞങ്ങളുടെ പിഴകളെക്കുറിച്ചുള്ള ലജ്ജ കൂടാതെ, അതിൻ്റെ കൂടെ നമുക്കൊരു കാര്യം കൂടെ ആഡ് ചെയ്യാം. നിൻ്റെ സുവിശേഷത്തെ കുറിച്ചുള്ള അഭിമാനത്തോടുകൂടി നിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പാർശ്വങ്ങളിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. അവിടെ ആരുണ്ടാവും? കർത്തൃ സാമീപ്യം ഉണ്ടാവും മരിക്കുന്ന സമയത്ത്. അത് നിങ്ങൾ സെപ്റ്റി ടാങ്കിൽ വീണ് മരിച്ചാലും കൊള്ളാം, കർത്തൃ സാന്നിധ്യത്തിൽ ആണ് മരിക്കുന്നതെങ്കിൽ അതാണ് നല്ല മരണം. കർത്താവ് മരിക്കുമ്പോൾ പരിശുദ്ധാത്മാവും പിതാവും സ്വർഗീയ സൈന്യങ്ങളും എന്തിനേറെ പറയുന്നു, ആ വലിയ വൃന്ദം അവിടെ ഉണ്ടായിരുന്നു. ക്രമീകരണങ്ങളെല്ലാം അവരാണ് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ ആലോചിക്കാറുണ്ട്, യോസഫിന് എങ്ങനെയാണ് ഈ ബോഡി വലിച്ച് താഴെ ഇറക്കാൻ പറ്റുന്നത്? തൃത്വത്തിൻ്റെ സഹായമില്ലാതെ പറ്റില്ല. വലിയൊരു മരക്കുരിശിന്മേൽ തറച്ച് വലിയ ഉയരത്തിൽ നിർത്തിയിരിക്കുന്ന ഈ കുരിശിൽ നിന്ന് ആ ശരീരം വലിച്ച് താഴെ ഇറക്കണമെങ്കിൽ വെറും 2-3 പേരെ കൊണ്ടൊന്നും പറ്റില്ല. അവിടെ ആകെ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ ആണുങ്ങളായിട്ട്. യോഹന്നാൻ ശ്ലീഹായും നിക്കോദീമോസും പിന്നെ ആരാണ്? യൗസേപ്പും. വേറെ ആരുമില്ല. എല്ലാവരും പോയി ക്രൂശിച്ചിട്ട്. അങ്ങനെയാണ് റോമൻ പടയാളികൾ ചെയ്യുന്നത്. ക്രൂശിച്ചിട്ട് പോകും, മാക്സിമം വേദന കൊടുത്തിട്ട് പോകും. സാധാരണ കുരിശുമരണത്തിൽ ഒരാൾ മരിക്കുന്നത് 2 മുതൽ 7 ദിവസം വരെ എടുത്താണ്. 7 ദിവസം വരെ എടുത്തെന്ന് അങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. എനിക്കറിയില്ല 7 ദിവസം വരെ എങ്ങനെ പോകും എന്നുള്ളത്. കാരണം 7 ദിവസം പട്ടിണി കിടക്കാൻ പറ്റില്ലല്ലോ. പോട്ടെ, 2 ദിവസം മുതൽ 3 ദിവസം വരെ എന്തുവാലും കിടക്കും. അതിൻ്റെ ഇടയ്ക്ക് കഴുകന്മാർ വന്ന് കണ്ണ് കുത്തിപ്പൊട്ടിക്കും, ശരീരം പിച്ചിപ്പറിക്കും. ഈ വേദന എടുത്ത് കിടക്കണം, അനങ്ങാൻ പറ്റില്ല. കംപ്ലീറ്റ്ലി നെയിൽഡാണ്. എവിടെയെങ്കിലും നമ്മൾ ശ്വാസം വലിച്ചാൽ തന്നെ പെയിൻ എടുക്കും. അതാണ് അവസ്ഥ. അതുകൊണ്ടാണ് കാലൊടിക്കുന്നത്. ശ്വാസവും കൂടെ വലിക്കരുത്, ശ്വാസം മുട്ടി അങ്ങ് മരിച്ചോണം. പക്ഷേ കർത്താവ് 3 മണിക്കൂറേ വേദന സഹിച്ചുള്ളൂ. എന്ന് പറഞ്ഞാൽ ക്രൂശിലെ തറയ്ക്കപ്പെട്ട വേദന, ബാക്കിയുള്ള വേദന വേറെ. 3 മണിക്കൂറേ സഹിച്ചുള്ളൂ. കർത്താവ് പെട്ടെന്ന് മരിച്ചു. കാരണം എന്താണെന്നറിയാമോ? ആർക്കെങ്കിലും പറയാമോ? കർത്താവിന് പെട്ടെന്ന് ആ മരണം വന്നു. കാരണം ശരീരത്തിൽ നിന്ന് ജീവൻ 3 മണിക്കൂറിനകം നഷ്ടപ്പെട്ടു. അതിനുള്ള കാരണം എന്തായിരിക്കും? എന്താണ്? സകലരുടെയും പാപം ഏന്തി എന്നുള്ളതൊക്കെയുള്ള നമ്മുടെ വേദശാസ്ത്രപരമായ വ്യാഖ്യാനമാണ്. അതൊന്നുമല്ല, വളരെ വളരെ ലളിതമായി ആ പീഡനത്തിൻ്റെ ഒരു ഭാഗം കർത്താവിൻ്റെ 3/4 ജീവനും എടുത്തിരുന്നു. ഇനി 1/4 ഭാഗമേ കുരിശിൽ തറയ്ക്കുമ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. ആ 1/4 ഭാഗത്തിലാണ് ഈ 7 തിരുവചനങ്ങളും ഈ രക്ഷാപദ്ധതിയുടെ പൂർത്തീകരണവും എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് ഗെത്സമനയിൽ ഉപേക്ഷിച്ച പാനപാത്രവും എടുത്ത് കുടിക്കുന്നത്. ഗെത്സമനയിൽ ഒരു പാനപാത്രം ഉപേക്ഷിച്ചിരുന്നു. അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം.
ആ പാനപാത്രമാണ് കുരിശിൽ കുടിച്ച് പൂർത്തീകരിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ അനുഭവം വരുവോളം ഞാൻ ഇനി മുന്തിരിയിൽ നിന്ന് കുടിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ആൾ എണീറ്റ് പോയി. പിന്നെ കുടിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ മരണം സംഭവിക്കാനുള്ള പ്രധാന കാരണം നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ശ്രദ്ധിച്ചോളൂ, അടിയാണ്. അടിച്ച് കൊന്നുകളഞ്ഞു, 3/4 ജീവനും എടുത്തു കളഞ്ഞു. എന്നിട്ടാണ് ആ കുരിശ് ചുമപ്പിക്കുന്നത്. കാരണം അതുപോലെ അടിച്ചു തകർത്തു. നമുക്കെടുക്കാം യെശയ്യാവിൻ്റെ പുസ്തകം 50-ാം അധ്യായം. യെശയ്യാവിൻ്റെ പുസ്തകം 50-ാം അധ്യായം. യെശയ്യാവിൻ്റെ പുസ്തകം 50-ാം അധ്യായം 6-ാം വാക്യം. അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും, രോമം പറിക്കുന്നവർക്ക് എൻ്റെ കവിളും കാണിച്ചു കൊടുത്തു. എൻ്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനും മറച്ചു വെച്ചിട്ടുമില്ല. യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോകുകയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മുഖം തീക്കല്ല് പോലെ ആക്കിയിരിക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് ഞാൻ അറിയുന്നു. കാരണം എന്നെ നീതീകരിക്കുന്നവൻ എൻ്റെ സമീപത്തുണ്ട്. നമ്മൾ ആ വാക്കിലേക്ക് വരുന്നുണ്ട് കേട്ടോ. നീതി, എന്താണ് നീതി എന്ന് വരുന്നുണ്ട്. അപ്പോൾ അത് വളരെ വിശദമായിട്ട് പഠിക്കണം. ഈ റോമർക്കെഴുതിയ ലേഖനം ഇപ്പോൾ പഠിപ്പിക്കാൻ തുടങ്ങിയാൽ എന്ന് തീരുമെന്ന് എനിക്കൊരു നിശ്ചയമില്ല. ചിലപ്പോൾ ഈ ആയുസ് മൊത്തം എടുക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ ലജ്ജ എന്നുള്ളൊരൊറ്റ വാക്കിലാണ് ഇത്രയും സമയം പോയത്. നമ്മുടെ സമയം തീരാറായി. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, പൗലോസ്ലീഹ പറയുകയാണ്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവിനെ പ്രൊജക്റ്റ് ചെയ്യാൻ അതേത് സാഹചര്യത്തിലാണെങ്കിലും എനിക്ക് ഒരു ലജ്ജയുമില്ല എന്ന് പറയുകയാണ്. ഏത് സാഹചര്യത്തിലും എനിക്ക് ഒരു ലജ്ജയും ഇല്ല. അപ്പോൾ യെശയ്യാവിൻ്റെ പുസ്തകം 59-ാം അധ്യായം 16-ാം വാക്യം. 59-ാം അധ്യായം 16-ാം വാക്യം. ആരുമില്ലെന്ന് അവൻ കണ്ടു, പക്ഷപാതം ചെയ്യുവാൻ ആരുമില്ലായകയാൽ ആശ്ചര്യപ്പെട്ടു. അതുകൊണ്ട് അവൻ്റെ ഭുജം തന്നെ അവന് രക്ഷവരുത്തി, അവൻ്റെ നീതി അവനെ താങ്ങി. അവൻ്റെ നീതി അവനെ താങ്ങി. അപ്പോൾ ഈ നീതിയിലേക്ക് നമുക്ക് വരേണ്ടിയിരിക്കുന്നു. പൗലോസ് ഇവിടെ പറയുകയാണ്, സുവിശേഷത്തെക്കുറിച്ച് തനിക്ക് ലജ്ജയില്ല. പിന്നെ പറയുന്നത് എന്താണ്? പിന്നെ അടുത്ത വചനം എന്താണ്? വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ ഏവനും, അത് രക്ഷയ്ക്കായി ദൈവശക്തി ആകുന്നുവല്ലോ. അപ്പോൾ യവനും യഹൂദനും എന്നുള്ള കാര്യം വീണ്ടും വരികയാണ്. നമ്മൾ ആദ്യമേ പഠിച്ചു. ഇത് യഹൂദനും യവനും തമ്മിലുള്ള വലിയൊരു തർക്കത്തിൻ്റെ ഭാഗമായിട്ട് പൗലോസ്ലീഹ അവർക്ക് എഴുതുന്ന ലേഖനമാണ്. എല്ലാ കാര്യങ്ങളും പൗലോസ്ലീഹ ആ ഓർഡറിലേ പറയത്തുള്ളൂ. മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനത്തെക്കുറിച്ചും പൗലോസ്ലീഹ അങ്ങനെയാണ് പറയുന്നത്. ആദ്യം ക്രിസ്തുവിൽ വിശ്വസിച്ചവരാണോ പുനരുത്ഥാനത്തിൽ? ആദ്യം ക്രിസ്തുവിൽ മരിച്ചവരാണ്, പിന്നെ ജീവനോട്ടിരിക്കുന്നവർ. അതാണ് വയ്ക്കുന്നതിനിടയിൽ നാം രൂപാന്തരപ്പെടും. ആദ്യം നമുക്ക് മുമ്പേ പോയവർ, പിന്നെയാണ് നമ്മൾ. അപ്പോൾ ആ ഓർഡറിലേ വരത്തുള്ളൂ. ഇവിടെയും ആദ്യം യഹൂദനും എന്ന് പറയാൻ കാര്യം എന്താണ്? യഹൂദനാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം. അതുകൊണ്ട് മറ്റുള്ളവർ തിരഞ്ഞെടുക്കപ്പെട്ടില്ല എന്നർത്ഥമില്ല. അവരെയും തിരഞ്ഞെടുത്തു, ജാതികളെയും ദൈവം തിരഞ്ഞെടുത്തിട്ട് ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം അവർക്ക് രക്ഷ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ പൗലോസ്ലീഹ പറയുകയാണ്, രക്ഷയുണ്ടാവുന്നത് നിൻ്റെ പ്രവൃത്തി കൊണ്ടൊന്നുമല്ല, പക്ഷേ ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലമാണ്. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനും, അത് രക്ഷയ്ക്കായിട്ട് എന്താകുന്നു എന്നാണ്? ദൈവശക്തിയാകുന്നു എന്നാണ്. അത് ശ്രദ്ധിക്കണം. സുവിശേഷം ദൈവശക്തിയാണ്. നമ്മളൊരു സുവിശേഷപരമായ കാര്യം നമ്മൾ ചെയ്യുമ്പോൾ, അത് നമ്മൾ ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും, നമ്മളുടെ ശരീരത്തിൽ കൂടിയാണ് അത് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ചിന്താധാര ഉണ്ടാകുന്നത് ദേഹിയുടെ മണ്ഡലത്തിലാണ്. അതിലേക്ക് ഞാൻ വരാം. അതായത് നമ്മുടെ ഹൃദയ ബോധ വിചാര മണ്ഡലങ്ങളിലാണ് ചെയ്യേണ്ട കാര്യം എന്താണെന്നുള്ളതിൻ്റെ തീർപ്പ് ഉണ്ടാക്കേണ്ടത്.
അപ്പം അവിടെ എന്തൊക്കെ സംഭവിക്കണമെന്നുള്ള കാര്യം നമുക്ക് താഴോട്ട് വരുമ്പോൾ പഠിക്കാം. അപ്പോൾ ശരീരത്തിൽ കൂടി ഇത് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഇത് ദൈവശക്തിയായിട്ട് പരിണമിക്കും. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഈ ദൈവശക്തിയെപ്പറ്റി നിങ്ങൾ ബോധമുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോവും. നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 29-ാം വാക്യം വായിക്കാമോ? മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 29-ാം വാക്യം എന്താണ് അവിടെ പറയുന്നത്? 22-ാം അധ്യായം. അതിന് യേശു ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാകിയാൽ തെറ്റിപ്പോകുന്നു. ആരോടാണ് പറഞ്ഞത്? ഈ പരീശന്മാരോടൊക്കെ പറയുകയാണ്. അവൾക്ക് തിരുവെഴുത്തുകളെ പറ്റിയൊക്കെ അറിയാൻ വയ്യാത്തവരോടല്ല ഈ പറയുന്നത്. പക്ഷേ അവർ ശരിയായ രീതിയിൽ അറിയുന്നില്ല. മാത്രമല്ല, തിരുവെഴുത്തുകളെ അറിഞ്ഞിട്ട് മാത്രം കാര്യമില്ല, ദൈവശക്തിയെപ്പറ്റി നമുക്ക് ബോധം ഉണ്ടായിരിക്കണം. നമ്മൾ ദൈവശക്തി ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ഞാനിപ്പോൾ എത്രയോ ധ്യാനം എടുക്കുന്നു, അല്ലെങ്കിൽ എത്രയോ പ്രസംഗിക്കുന്നു, നിങ്ങൾ എത്രയോ പ്രസംഗം കേൾക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളും വചനം പറയുന്നു. പക്ഷേ എൻ്റെ ദൈവികമായ വ്യാപാരത്തിൻ്റെ ശക്തി തെളിയിക്കുവാനുള്ള സാഹചര്യം വരുമ്പോൾ അത് വെളിവാകുന്നില്ലെങ്കിൽ എത്ര പ്രസംഗം പറഞ്ഞിട്ട് എന്താണ് കാര്യം? പിന്നെ താഴെ വീണു സാറേ നിർത്തി. എത്ര പ്രസംഗം പറഞ്ഞിട്ട് എന്താണ് കാര്യം? ശക്തി വെളിവാകണം. ശക്തി നമ്മൾ പഠിച്ചിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതുമായൊരു കാര്യമാണ്. അതായത് അധികാരം മാത്രം കിട്ടിയാൽ പോരാ, ശക്തിയും വേണം. അധികാരം സൗജന്യമായിട്ടും ശക്തി വില കൊടുത്തും വാങ്ങിക്കേണ്ടതാണ്. ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ഈ സാഹചര്യം വരുന്നതുകൊണ്ട് ഒന്നുകൂടെ പറയുകയാണ്. എന്നിൽ ഒരുപാട് അധികാരങ്ങൾ നിക്ഷിപ്തമായിട്ടുണ്ട്. പരിശുദ്ധ സഭയിൽ കൂടി പരിശുദ്ധാത്മാവിനാൽ വിവിധ അധികാരങ്ങളുണ്ട്. പരിശുദ്ധ മാമോദീസയിൽ കൂടി നിങ്ങൾക്കും വിവിധ അധികാരങ്ങളുണ്ട്. കൗദാശികപരമായ അല്ലെങ്കിൽ കൂദാശപരമായ കൗദാശിക ജീവിതത്തിലുള്ള വിവിധ അധികാരങ്ങൾ നിങ്ങൾക്കുണ്ട്. കാരണം സ്വർഗത്തിലെ സകല കൃപാവരങ്ങളാലും ആണ് നിങ്ങളെ ക്രിസ്തുയേശുവിൽ ജനിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ഒന്നിനും കുറവില്ലാത്തവരായി കർത്താവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നവരാണെന്ന് 1 കൊരിന്ത്യർ 1:7 പറയുന്നുണ്ട്. എഫേസ്യർ 1:3 സകല ആത്മീക അനുഗ്രഹങ്ങളാലും നിങ്ങളെ നിറച്ചിരിക്കുന്നുവെന്നും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവകാശങ്ങളുണ്ട്, അല്ലെങ്കിൽ അധികാരങ്ങളുണ്ട്. പക്ഷേ ശക്തിയില്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ശിഷ്യന്മാർക്ക് കർത്താവിൻ്റെ അടുത്ത് ഒരുപാട് അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ടായിരുന്നു. കാരണം കർത്താവിനെ ശുശ്രൂഷിക്കുകയാണ്, കർത്താവിനോട് സംസാരിക്കാം, കർത്താവിൻ്റെ കൂടെ താമസിക്കാം, കർത്താവിന് ഭക്ഷണം വിളമ്പി കൊടുക്കാം, കർത്താവിൽ നിന്ന് വചനങ്ങൾ കേൾക്കാം. പക്ഷേ ഒരു അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ്റെ കുടുംബം വന്ന് ഈ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇതിനെ ഒന്ന് ഇറക്കിത്തരണമെന്ന്. അമ്മാർ നോക്കിയിട്ട് പറ്റിയില്ല. ഇവൻ വന്ന് കർത്താവിൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് ചെയ്തു. നിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്കൊന്നും സാധിക്കുന്നില്ലെന്ന്. കർത്താവ് ശകാരിക്കുകയാണ്. ഇത്രയും നാളും കൂടെ നടന്നിട്ടും, ഇത്രയും നാളും എൻ്റെ വചനം കേട്ടിട്ടും, എനിക്ക് ഭക്ഷണം വിളമ്പി തന്നിട്ടും, നിങ്ങളുടെ അധികാരങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടും ശക്തിയില്ല. അവിശ്വാസവും കോട്ടമുള്ള തലമുറയെ ഞാൻ എത്രത്തോളം നിങ്ങളോട് സഹിക്കും? ഇതാണ് കർത്താവിൻ്റെ ചോദ്യം. അപ്പോൾ നമുക്കെല്ലാ അധികാരങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പള്ളിയിലൊരു സ്ഥാനം വഹിച്ചാൽ നമുക്കുള്ള അധികാരമാണ്. അധികാരം ദൈവത്താൽ നമ്മളിൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്നതാണ്. ശ്രേഷ്ഠാധികാരങ്ങൾ അതിന് ഇരിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ അധികാരങ്ങളുണ്ട്. പൗരോഹിത്യത്തിൽ അധികാരങ്ങളുണ്ട്. എനിക്ക് മുകളിലൊരു അധികാരിയുണ്ട്, അതിന് മുകളിൽ അധികാരിയുണ്ട്, അതിന് മുകളിൽ ദൈവിക അധികാരമുണ്ട്. പക്ഷേ ഈ അധികാരങ്ങൾ മാത്രം മതിയോ? ഈ അധികാരങ്ങൾ മാത്രം ആയതുകൊണ്ടാണ്, അതിൽ മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ശക്തി ഇല്ലാതായിപ്പോയത്. ശക്തി ഇല്ലാത്തടത്ത് പരിശുദ്ധാത്മാവ് വ്യാപാരം കാണില്ല. കാരണം പരിശുദ്ധാത്മാവ് വന്നാൽ അവിടെ ശക്തി വരും. ലൂക്കോസ് 1:35 പരിശുദ്ധാത്മാവ് എവിടെ വരുന്നു അതിൻ്റെ കൂടെ ശക്തിയും കൂടെ ഉണ്ട്. ശക്തി ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് ഇല്ലെന്നാണ്. കുർബാനയൊക്കെ ചൊല്ലി, അതൊക്കെ ശരിയാണ്. എല്ലാ ദിവസവും കുർബാനയൊക്കെ ചൊല്ലുന്നുണ്ട്, കാര്യമൊക്കെ ശരിയാണ്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ ആവസിക്കും. ശക്തി അത് മതി. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അതിൻ്റെ കൂടെ വരുന്നതാണ് ശക്തി. അപ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തിയായിരിക്കുമ്പോൾ തന്നെ
ശക്തിയായിട്ടാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത്. യേശു ക്രിസ്തു വ്യക്തിയായിട്ട് തന്നെയാണ് നമ്മളോട് സംഭാഷിക്കുന്നത്. പിതാവാം ദൈവം എന്ന വ്യക്തിയെ യേശു ക്രിസ്തു മുഖാന്തരം നമ്മൾ അറിയുന്നു. പരിശുദ്ധാത്മാവ് വ്യക്തിയാണ്, യേശു ക്രിസ്തുവും വ്യക്തിയാണ്, പിതാവും വ്യക്തിയാണ്. പക്ഷേ ഈ 3 സാരാംശങ്ങൾ ഒന്നായിരിക്കുമ്പോൾ ഇവരുടെ 3 അസൈൻമെൻറ്റ്സിലും വ്യത്യാസമുണ്ട്. പിതാവാം ദൈവം അപ്പനായി, സംരക്ഷനായി, സ്നേഹത്തിൻ്റെ മൂർത്തീഭാവമായിട്ടിരിക്കുന്ന ആ വ്യക്തിയെ യേശു ക്രിസ്തു എന്ന വ്യക്തിയിൽ കൂടിയാണ് അറിയുന്നത്. പിതാവാം ദൈവത്തിനോട് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തു എന്ന വ്യക്തി മുഖാന്തരം മാത്രമേ സാധിക്കുകയുള്ളൂ. യേശു ക്രിസ്തു എന്ന വ്യക്തിയോട് ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപാരം, പരിശുദ്ധാത്മാവ് വ്യക്തിയായിരിക്കുമ്പോൾ തന്നെ നമ്മളോട് കൂടെ ഉണ്ടാവണം. ആ ശക്തി കിട്ടണമെങ്കിൽ അധികാരം കിട്ടിയതുപോലെ ചുമ്മാ കിട്ടത്തില്ല. അധികാരം വെറുതെ കിട്ടും. നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ നിങ്ങളെ മാമോദിസ മുക്കിയത്? സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നിങ്ങളെ പരിശുദ്ധ മാമോദിസയിൽ കൂടി ക്രിസ്തുവിൽ വീണ്ടും ജനിപ്പിച്ചു, കർത്താവിൻ്റേതാക്കി ആ കുടുംബത്തോട് അങ്ങ് ചേർത്ത്. വാടാ മക്കളെ, യു ആർ ഇൻ മൈ ഫാമിലി. നിങ്ങൾ അമേരിക്കൻ സിറ്റിസൺഷിപ്പ് എടുക്കാൻ ശ്രമിച്ചു കൊടുത്തേ, അല്ലെങ്കിൽ നിങ്ങൾ യൂറോപ്യൻ സിറ്റിസൺസ് ആകണമെന്ന് വിചാരിക്കുകയാണ്, നിങ്ങളൊരു സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യുന്നു. അവർ കണ്ടീഷൻസ് എഴുതിയിട്ട് ഇത്ര ലംസം എമൗണ്ട് അങ്ങോട്ട് കൊടുക്കാൻ പറയും. അങ്ങനൊരു നിയമം ഉണ്ടെങ്കിൽ പല രാജ്യത്തും അങ്ങനെയുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ആഫ്രിക്കൻ സിറ്റിസൺസ് വേണമെങ്കിൽ, ഇപ്പോൾ ആഫ്രിക്ക എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വളരെ മോശപ്പെട്ട ഒരു രാജ്യമൊന്നുമല്ല. ഇപ്പോൾ ആഫ്രിക്ക എന്നൊക്കെ പറഞ്ഞാൽ ജോഹാനസ്ബർഗ് എന്ന് പറയുന്ന രാജ്യങ്ങൾ, ആഫ്രിക്കയിലെ രാജ്യങ്ങളൊക്കെ വളരെ അഡ്വാൻസ്ഡാണ്. ഇപ്പോൾ അവിടെ നിങ്ങൾക്കൊരു രാജ്യത്തിൻ്റെ അംഗത്വം വേണം, നിങ്ങൾക്കെടുക്കാം. പക്ഷേ ചില കണ്ടീഷൻസ് ഉണ്ട്. നിങ്ങൾ ഇത്ര എമൗണ്ട് അവിടെ കൊടുക്കണം, ചുമ്മാ കിട്ടത്തില്ല. ഈ മാമോദിസയിൽ ദൈവരാജ്യത്തിൻ്റെ അംഗത്വമാണ് കിട്ടിയത്. നിങ്ങൾ എന്തോ ചെയ്തിട്ടാണ്? ഒന്നും ചെയ്തില്ല. പിന്നെ എന്ത് വന്നിട്ടാണ് അത് സംഭവിച്ചത്? എഫ്-എസ് ലേഖനം 2-ാം അധ്യായത്തിലുണ്ട്. എഫ്-എസ് ലേഖനം 2-ാം അധ്യായത്തിലുണ്ട്. എടുത്തേ, എഫ്-എസ് ലേഖനം 2-ാം അധ്യായം. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവനായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും. 2-ാം അധ്യായം 4-ാം വാക്യം എന്നോട് വായിക്കാം. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും. ഹൈഫനിട്ടിട്ടാണ് എഴുതിയിരിക്കുന്നത്. കൃപയാലത്രേ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ബാക്കി വായിച്ചോ. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. മെമ്പർഷിപ്പ് എങ്ങനെ? ക്രിസ്തുവിനോടുകൂടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ സ്വർഗത്തിൽ കൊണ്ടുപോയി ഇരുത്തി. മെമ്പർഷിപ്പാണ്. എന്നിട്ട് അടുത്ത വചനം, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, എന്തുവാ ഈ കൃപ? കൃപ എന്ന് പറഞ്ഞാൽ എന്തുവാ? കർത്താവേ കൃപ തോന്നണമേ. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോട് കൃപ തോന്നുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതായത് ദൈവസ്നേഹം അനസ്യൂതമായി ഒഴുകുന്ന ആ ഒഴുക്കിനെയാണ് കൃപ എന്ന് പറയുന്നത്. അത് നമ്മളുടെ മിടുക്ക് നോക്കിയിട്ടല്ല, നമ്മളുടെ പ്രായം നോക്കിയിട്ടല്ല, നമ്മുടെ കളർ നോക്കിയിട്ടല്ല, ജെൻഡർ നോക്കിയിട്ടല്ല, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ടല്ല, ഒന്നും നോക്കിയിട്ടല്ല. പിന്നെന്ത് നോക്കിയിട്ടാണ്? ഇനി കൃപ കൊടുക്കുന്നത് എന്ത് നോക്കിയിട്ടാണ്? കൃപ കൊടുക്കുന്നത് എന്ത് നോക്കിയിട്ടാണ്? അതിന് ദൈവത്തിൻ്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എനിക്ക് കരുണ തോന്നുന്നവനോട് കരുണ തോന്നും, നീ ചോദിക്കാൻ വരണ്ട, നിനക്കുള്ള കൂലി കിട്ടിയത് വാങ്ങിച്ചുകൊണ്ട് പോയാൽ മതി. 11-ാം മണിക്കൂറിൽ വന്നവന് ഞാൻ ചിലപ്പോൾ നിൻ്റെ കൂലി തന്നെ കൊടുത്തെന്നിരിക്കും. അതിന് നീ കിടന്ന് മെരുവേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. മെഴുവാൻ ചെന്നേ, അതിന് അമ്മമാർക്ക് അത്രയും കൊടുത്ത് ഞങ്ങൾ രാവിലെ തൊട്ട് ഇവിടെ അധ്വാനിക്കുന്നതല്ലേ, നിൻ്റെ തോട്ടത്തിൽ തന്നെ അധ്വാനിച്ച് ഞങ്ങൾ ചെയ്തതിൻ്റെ പകുതി പോലും, അല്ലെങ്കിൽ 4-1 പോലും, അല്ലെങ്കിൽ 10-1 പോലും അവൻ ചെയ്തിട്ടില്ല. അത് നിൻ്റെ വിഷയമല്ലല്ലോ. അതാണ് ദൈവരാജ്യം. ദൈവസ്നേഹത്തിന് അളവുകോലുകളില്ല. അത് അനസ്യൂതമായി ഒഴുകുന്ന ഒരു പ്രവാഹമാണ്, സ്നേഹപ്രവാഹമാണ്. പക്ഷേ ആ സ്നേഹത്തിലായി കഴിയുമ്പോൾ നമുക്കിത് തോന്നത്തുമില്ല. അതാണ് വലിയവനും ചെറിയവനെന്നുള്ള വ്യത്യാസമില്ല.
ആ സ്നേഹത്തിലാകാത്തത് കൊണ്ടാണ് എനിക്കും നിങ്ങൾക്കൊക്കെ ഇപ്പോഴും ഈ ഒരു വ്യത്യാസ മനോഭാവം തോന്നുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ ഇത്രയൊക്കെ വചനം കേട്ടിട്ടും വചനം ഞാൻ പറഞ്ഞിട്ടും എനിക്ക് ചിലരെ കാണുമ്പോൾ ബുദ്ധിമുട്ടാണ്. എനിക്കുണ്ടത്. ചിലരെ കാണുമ്പോൾ ബുദ്ധിമുട്ടാണ്, ചിലരോട് സംസാരിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഇന്നും ഇപ്പോൾ ഈ ഇത് വചന ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് കഴിവതും ഞാൻ മിണ്ടായിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ സ്ഥിരം വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുണ്ട്, എപ്പോഴും അങ്ങ് വിളിക്കുകയാണ്. അവർക്ക് ഒരു സന്തോഷം, ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ സുഖമായിരിക്കുന്നു അറിയണം, പ്രാർത്ഥിക്കുന്നുണ്ടച്ച എന്നേ പറയത്തുള്ളൂ, വേറൊന്നും ഇല്ല. പിന്നെ ചില കാര്യങ്ങളൊക്കെ ചുമ്മാ പള്ളിയിൽ അതായിരുന്നു ഇതാണെന്നൊക്കെ പറഞ്ഞു, എനിക്കിതൊന്നും കേൾക്കാണ്ട് താല്പര്യമില്ല. അപ്പം ഞാനിവിടെ കുറച്ച് മുമ്പ് ഇവിടെ വന്നിരിക്കുകയാണ്, പെട്ടെന്ന് ഇവരുടെ ഫോൺ വന്നു. ഞാനൊരു 25 കോളെങ്കിലും ഈ 2 ദിവസമായിട്ട് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്, എടുക്കത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒന്നെടുത്തങ്ങ് പറഞ്ഞേക്കാം. എടുത്തപ്പോഴത്തേക്ക് ആ വിഷയം ഈ വിഷയം എനിക്കിത് ഇറിറ്റേറ്റഡായി ഞാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ അർത്ഥം. ഇത്രയൊക്കെ വചനം പറഞ്ഞിട്ട് ഞാൻ ഇത്രയേ ഉള്ളൂ. അപ്പം അവിടെയാണ് ഇവിടെ ഒരു വലിയൊരു സംഗതി വരുന്നത്, ട്വിസ്റ്റ് വരുന്നുണ്ട്. അത് പതുക്കെ വരത്തുള്ളൂ, ഇപ്പോഴെങ്ങും കിട്ടത്തില്ല. നമുക്ക് ഒരുപാട് റോമാലേഖനം പഠിക്കുമ്പോഴേ കർത്താവിനോടുള്ള സ്നേഹം എങ്ങനെ വർദ്ധിക്കാം, കർത്താവ് എന്താണ് നമുക്ക് ചെയ്തത് എന്നുള്ള കാര്യം കർത്താവ് ഇതിൽ കൂടി പറഞ്ഞു തരത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ റോമാലേഖനം പഠിച്ചു കഴിയുമ്പോഴത്തേന് നമുക്ക് ക്രിസ്തുവിനോടൊരു സ്നേഹം വർദ്ധിക്കും. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ക്രിസ്തുവിനോട് സ്നേഹം വർദ്ധിക്കാതെ ക്രിസ്തു പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റില്ല. പറയുന്നത് കേൾക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന കാര്യമൊന്നുമല്ല പറയുന്നത്, ക്രിസ്തു പറഞ്ഞിരിക്കുന്ന ഒരു പ്രമാണവും നമുക്ക് അനുസരിക്കാൻ പറ്റില്ല. സഹോദരനെ നിസ്സാര എന്ന് വിളിക്കരുത് എന്ന് ക്രിസ്തു പറഞ്ഞിരിക്കുന്നു. അതങ്ങനെ വിളിക്കാതിരിക്കത്തക്കവണ്ണം നിൻ്റെ നാവ് നിയന്ത്രിതമാകണമെന്നുണ്ടെങ്കിൽ ആദ്യം വരേണ്ടത് അവനോട് സ്നേഹമാണ്. അല്ലാതെ ആ സ്വർഗത്തിൽ പോകണമല്ലോ എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മളിങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുന്നതല്ല. അതല്ല ദൈവരാജ്യം. അത് ദൈവരാജ്യമല്ല, നമ്മളുടെ സെൽഫിഷ് മോട്ടീവാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? സെൽഫിഷ് മോട്ടീവാണ്. നമുക്ക് സ്വർഗത്തിൽ പോകണം, അതിനുവേണ്ടി ഇന്നതൊക്കെ പ്രമാണിക്കാൻ നമ്മളായിട്ട് ശ്രമിക്കുക. ഇത് നമ്മളായിട്ടൊരു ശ്രമവും ഇല്ല ദൈവരാജ്യത്തിൽ. നമ്മൾ ചുമ്മാ ഇങ്ങനെ നിന്ന് കൊടുക്കത്തേ ഉള്ളൂ. പരിശുദ്ധാത്മാവാണ് എല്ലാം ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നതുകൊണ്ട് നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഉള്ളിൽ ഈ അശുദ്ധാത്മ വ്യാപാരം കയറും. അപ്പോൾ നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടും. നമ്മുടെ ദേഹിയുടെ മണ്ഡലത്തിൽ തന്നെ ഞാൻ ആദ്യം പറഞ്ഞു, ഇത് ദേഹിയുടെ മണ്ഡലത്തിലുള്ള ഒരു കളിയാണിത്. നമ്മൾ എത്ര ആത്മീയരാന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ ദേഹിയുടെ മണ്ഡലത്തിൽ ഹൃദയബോധ വിചാര മണ്ഡലങ്ങളിൽ പൈശാചിക വ്യാപാരങ്ങളും നിറഞ്ഞിട്ടുണ്ട്, ക്രിസ്തുവിൻ്റെ വ്യാപാരങ്ങളും ഇരിപ്പുണ്ട്. ഇതിലേതിലേക്കാണ് നമ്മൾ അക്യുമുലേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ റോമർക്കെഴുതിയ ലേഖനത്തിൽ നിങ്ങളൊന്ന് വായിച്ചോ, 2-ാം അധ്യായം 5-ാം വാക്യം വായിച്ചു. 2-ാം അധ്യായം 5-ാം വാക്യം. എന്നാൽ നിൻ്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വയ്ക്കുന്നു. അതായത് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യാണ്. നമ്മളിങ്ങനെ ഓരോ ലജ്ജയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ അക്യുമുലേറ്റ് ചെയ്യുന്നത് എന്താണ്? പാപത്തെയാണ്. അങ്ങനെ പാപത്തെ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ സുവിശേഷത്തോട് ലജ്ജ വരും. എന്നാൽ ക്രിസ്തു സ്നേഹത്തിൽ നമ്മളെ തന്നെ അക്യുമുലേറ്റ് ചെയ്യുവാൻ ശ്രമിച്ചാൽ അവിടെ എന്ത് നിറഞ്ഞു വരും? ആ സ്നേഹം നിറഞ്ഞു വരികയും ഈ ലജ്ജ ഒഴിവാകുകയും ചെയ്യും. പാപമാണ് ലജ്ജ കൊണ്ടുവരുന്നത്, മറ്റൊന്നുമല്ല. നമുക്ക് ദൈവികമായ എന്ത് വ്യാപാരം ചെയ്യുവാനും ലജ്ജ തോന്നുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആരാധനയ്ക്ക് വൃത്തിയായിട്ട് നമ്മൾ ഉറച്ചൊന്ന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറയുവാൻ നമുക്ക് ലജ്ജ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിൻ്റെ ഉള്ളിൽ ദുരാത്മാവുണ്ടെന്നാണ്. അതിനെ മാറ്റുവാനൊക്കെ പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു വിശുദ്ധൻ, ഞാൻ ഇന്ന് രാവിലെ ആ പുസ്തകം വെറുതെ ഒന്ന് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഒന്നും കാണത്തില്ല. When you become a captive of good, sin ceases and Christ lives. അതായത് നിങ്ങൾ അടിമകളാകേണ്ടത് നന്മയ്ക്കാണ്, സ്നേഹത്തിനാണ്. അങ്ങനെയാകുമ്പോൾ ക്രിസ്തു നിങ്ങളിൽ ജീവിക്കുകയും നിങ്ങളിൽ പാപം നിന്നു പോവുകയും ചെയ്യുകയാണ്. നിങ്ങൾ നിർത്തുന്നതല്ല.
പാപം ചെയ്യുവാനുള്ള വ്യഗ്രത നമുക്കുണ്ടെങ്കിൽ അതിനെ നമ്മളായിട്ട് വിചാരിച്ചാൽ നിർത്തുവാൻ സാധിക്കില്ല. ഏത് പാപത്തിനും അടിമപ്പെട്ടവനെ നിർത്തുവാൻ സാധിക്കത്തില്ല. അത് എന്താണ് കാരണം? അത് നമ്മളിൽ ക്രിസ്തു സ്നേഹം വരാത്തതുകൊണ്ടാണ്. ഒരാളോട് സ്നേഹമുണ്ടെങ്കിൽ അയാൾ പറയുന്ന പോലെ നമ്മൾ കേൾക്കും, അല്ലെങ്കിൽ കേൾക്കത്തില്ല, കേട്ടിട്ടങ്ങ് പോകത്തേ ഉള്ളൂ. നിങ്ങളോടൊരാൾക്ക് സ്നേഹമുണ്ട് എന്ന് നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം അയാളോട് പറയുക. എനിക്കങ്ങനെ 2-3 പേരെ പരിചയമുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആ കാര്യം. ഞാൻ എൻ്റെ ഒരു സഹപ്രവർത്തനോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോഴും അത് ചെയ്യുമെന്ന് നോക്കിയിട്ടിരിക്കുകയാണ്. 4 കൊല്ലമായി പറഞ്ഞിട്ട്. 4 കൊല്ലം ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള മലമറിക്കുന്ന കാര്യമൊന്നുമില്ല. 2-3 കുപ്പികൾ ഇരിപ്പുണ്ട്. ആ കുപ്പികളെടുത്ത് ഇപ്പുറത്തോട്ട് വയ്ക്കണം. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പലർക്കും ദ്രോഹമാണ്, ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. ഞങ്ങൾ 2 പേരും അത് കാണുന്നുണ്ട് അവിടെ ഇരിക്കുന്നത്. ഞാൻ ബോധപൂർവ്വം, എനിക്കെടുത്ത് മാറ്റി വയ്ക്കാനുള്ളതേ ഉള്ളൂ, ഞാൻ ബോധപൂർവ്വം വയ്ക്കുന്നില്ല. അതെൻ്റെ ഒരു തിന്മ, അത് വേറെ കാര്യം. പക്ഷേ എന്നോട് വലിയ സ്നേഹമാണ് ആൾക്ക്, ആണെന്നാണ് പറയുന്നത്. ഭയങ്കര സ്നേഹമാണ്. ആണോ, എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. ജോൺ സാമുവലച്ചൻ എന്ന് പറഞ്ഞ പുള്ളി അങ്ങ് എന്തിനു വേണേലും തയ്യാറാവും. പക്ഷേ ഞാൻ പറയുന്ന ഒരു കാര്യം അനുസരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സ്നേഹത്തിൽ അല്പം കാപ്പട്ടി ഉണ്ടെന്നാണ് അർത്ഥം. അങ്ങനെ കിടപ്പുണ്ട്. അത് എൻ്റെ ഉള്ളിലും കാണുമായിരിക്കും എന്നല്ല, കാണും. അപ്പം അവിടൊക്കെ ദൈവത്തിൻ്റെ നീതി, കർത്താവിൻ്റെ നീതി എത്തുന്നില്ല. നമ്മളെങ്ങും ഇവിടെ കർത്താവിൻ്റെ നീതി എത്തുന്നില്ലെന്നേ. ഇതാണ് പ്രശ്നം. ക്രിസ്തീയ ജീവിതത്തിൽ ഇത് വലിയൊരു പ്രശ്നമാണ്. നമ്മളിങ്ങനെ വലിയ ആത്മീകരാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ചെറിയ കാര്യങ്ങളിൽ പോലും കർത്താവിൻ്റെ നീതിക്ക് ഒത്തുവരുന്നില്ല. കർത്താവിൻ്റെ നീതിക്ക് ഒത്തുവരുവാൻ അവൻ നന്നായിട്ട് നമ്മളിൽ ഇടപെടുവാൻ തക്കവണ്ണം അവനെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പരിശുദ്ധനോട് പറയുകയാണ്, എല്ലാം കൂടെ വായിക്കാനുള്ള സമയമില്ല. ഇൻസൈഡ് us we have 2 worlds, the world of good and the world of evil. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ഇൻസൈഡ് us, നമ്മുടെ ഉള്ളിൽ 2 ലോകങ്ങളുണ്ട്. ഒന്ന് വേൾഡ് ഓഫ് ഗുഡ് ആൻഡ് വേൾഡ് ഓഫ് ഈവിൾ. നമ്മളിങ്ങനെ പള്ളിയിൽ പോവുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു തോന്നലില്ലേ നമ്മൾ വലിയ നല്ലവരാണെന്ന്. അതാണ് പ്രശ്നം. ഇത് പരീക്ഷ മനോഭാവമാണ്. അതുകൊണ്ടാണ് പിതാക്കന്മാരെപ്പോഴും കർത്താവേ കരുണയുണ്ടാകണമേ, ഞാൻ മഹാഭാവിയാണേ, ബലഹീനാണേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അതേസമയം ഇന്നത്തെ സുവിശേഷവും ഗോസ്പലും പഠിപ്പിക്കുന്നത് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ദൈവം അനുഗ്രഹിക്കുന്നവനാണ്, സാമ്പത്തികമായിട്ട് നിങ്ങളെ ബലപ്പെടുത്തുന്നവനാണ്, നിങ്ങളെ കടമെല്ലാം വീട്ടുന്നവനാണ്, നിങ്ങളുടെ ഒരു ഭാരം ഉണ്ടാകത്തില്ല, ഒരു കഷ്ടത ഉണ്ടാകത്തില്ല. അങ്ങനൊരു ദൈവത്തെ കർത്താവ് കാണിച്ചു തന്നിട്ടേ ഇല്ല. കർത്താവ് അങ്ങനൊരു ദൈവവുമല്ല. നിങ്ങൾ ദൈവത്തെ അറിയുന്നവർ ആകുന്നത് കർത്താവ് തരുന്ന വിവിധ പരീക്ഷകളിൽ കൂടിയാണ്. പരീക്ഷകൾ, ടെസ്റ്റ് ഇടണ്ടേ? അതായത് കർത്താവ് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു പ്രമാണം നിങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നറിയാൻ എന്താ മാർഗം? ഒരു വർഷം ഒരു വിദ്യാർത്ഥി എല്ലാം പഠിച്ചു കൂട്ടി. ഇവൻ പഠിച്ചിട്ടുണ്ടോ എന്നറിയാൻ എന്തെങ്കിലും മാർഗം വേണ്ടേ? അതിനാണ് പരീക്ഷ ഇടുന്നത്. ഈ പഠിച്ചിട്ടുണ്ടെന്ന് അധ്യാപകന് ഉറപ്പുള്ള ഒരു കുഞ്ഞും പരീക്ഷ എഴുതിയേ പറ്റത്തുള്ളൂ. ഇതുപോലെയാണ് നമ്മൾ ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കർത്താവിനോട് കൂടെ നടക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് പരീക്ഷയില്ലാതെ ഒരു രക്ഷയില്ല. ഇത് പാസ്സാവണം. ഈ പറയുന്നവനും കൂടെ നടക്കുന്നവനും എന്നൊക്കെ അവകാശപ്പെടുന്ന എല്ലാവരും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയാണ് അത് പെരുമാറുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. നമ്മളെല്ലാം പതറിപ്പോകുന്നവരാണ്. പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ഈ പല സാഹചര്യങ്ങളും നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നതെന്നറിയാമോ? ഒരാൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതെന്നാണ്. ശീമോനെ ശീമോനെ, സാത്താൻ നിന്നെ കാറ്റ് പാറ്റുന്നത് പോലെ പാറ്റിക്കളയുവാൻ എന്നോട് അനുവാദം ചോദിച്ചായിരുന്നു. നീ അറിഞ്ഞില്ല. പക്ഷേ നിൻ്റെ വിശ്വാസം കെട്ടുപോകാതിരിക്കാൻ ഞാൻ
നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ടാണ് നീ കടലിലെടുത്ത് ചാടിയത്. അല്ലാതെ നിൻ്റെ ദൈവസ്നേഹം കൊണ്ടൊന്നുമല്ല. ദൈവസ്നേഹം ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ഉള്ളിൽ മറ്റൊരു ലോകം ഇരിപ്പുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ 2 ലോകങ്ങളുണ്ട്. ഒന്ന് വേൾഡ് ഓഫ് ഈവിൾ ആൻഡ് വേൾഡ് ഓഫ് ഗുഡ്. അത് ദേഹിയുടെ മണ്ഡലത്തിലാണ്, അതായത് ഹൃദയബോധ വിചാര മണ്ഡലത്തിലാണ്. ഇതിലേതിന് പ്രാധാന്യം കൊടുക്കുന്നുവോ അതിനനുസരിച്ച് നിങ്ങളുടെ ദേഹത്തിലേക്ക് ശക്തി ഇറങ്ങും. ശക്തി, അതായത് ദൈവസ്നേഹത്തിന് ഊന്നൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായി നിങ്ങളുടെ ഹൃദയബോധ മണ്ഡലങ്ങളിലെ പാപത്തിന് ക്ഷയമുണ്ടാവും, അല്ലെങ്കിൽ അത് ബലഹീനമാകും. പതിയെ പതിയെ, ഒറ്റ ദിവസം കൊണ്ട് എല്ലാം മാറണമെന്നില്ല. ഒന്നിന് അടിമപ്പെട്ടാൽ അത് മാറ്റാൻ വലിയ പാടാണ്. മദ്യപന്മാരോട് മദ്യം നിർത്തണമെന്ന് സുവിശേഷം പറഞ്ഞാലൊന്നും അവർക്ക് മദ്യം നിർത്താൻ പറ്റില്ല. സിഗരറ്റ് വലിയിൽ അടിമപ്പെട്ടവനോട് നാളെ തൊട്ട് സിഗരറ്റ് വലിക്കരുത്, കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാലൊന്നും അവൻ സിഗരറ്റ് വലി നിർത്തത്തില്ല. നിങ്ങളെ കാണിക്കുവാൻ വേണ്ടി വലിക്കാതിരിക്കുമായിരിക്കും, അവൻ ബാത്റൂമിൽ പോയിരുന്നു വലിക്കും. പൊട്ടച്ചൊല്ല്, ചീത്തത്തരം, കളിവാക്ക് മുതലായ നിന്ന, അസൂയ, ദ്വന്ദ്വപക്ഷം, ജാരശങ്ക, ഏഷണി പറച്ചിൽ മുതലായ തിന്മകൾ ചിലരിൽ വാസനയായിട്ട് അവശേഷിക്കുകയാണ്. നിങ്ങൾ വിചാരിച്ചാൽ മാറ്റം പറ്റില്ലത്. കാരണം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ വളർത്തിയെടുത്ത ഒരു ലോകമാണത്. ചിലർക്ക് അങ്ങനെ പറ്റത്തുള്ളൂ. നമ്മുടെ നീതിയാണെന്നാണ് നമ്മുടെ വിചാരം, അത് മറ്റുള്ളവൻ അനീതിയായിരിക്കാം. അപ്പം തന്നെ ഈ അടുത്ത ദിവസം ഒരു ഇൻസിഡൻ്റ് ഉണ്ടായത് നിങ്ങൾ വായിച്ചില്ലേ, കണ്ടില്ലേ? ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്തു. ആ കുട്ടി വിചാരിച്ചിരുന്നത് അവൾ ചെയ്യുന്നത് നീതിയാണെന്നാണ്, പക്ഷെ അവനത് അനീതിയായിരുന്നു. അപ്പം ദൈവം അവൻ്റെയും കൂടെ നോക്കും. നമ്മൾ ഈ നീതി എന്ന് പറയുന്ന കാര്യം നമ്മുടെ കാര്യം മാത്രമായി പറയുന്നത്. അവൻ്റെ ഭാഗം ദൈവം ഇത് രണ്ടും കൂടെ നോക്കത്തുള്ളൂ. നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഭാഗത്തിന് ഒരുപാട് ന്യായീകരണങ്ങൾ കാണുമായിരിക്കും. പക്ഷേ ദൈവം നമ്മുടെ മാത്രമല്ല നോക്കുന്നതെന്ന്, മറ്റവൻ്റെയും കൂടെ നോക്കും. ആ കാര്യം നമ്മൾ ചിന്തിക്കത്തില്ല. നമ്മൾ അതിന് പകരം നമ്മളുടെ ഭാഗത്തെ മാത്രം ന്യായീകരിച്ചുകൊണ്ട് ദൈവം എന്നോട് നീതി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രതിയോഗി നശിച്ചു പോകണം എന്ന് നമുക്ക് തോന്നുന്ന വിധം ഉള്ള ഒരു ദുരാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുകയാണ്. അങ്ങനെ ഒരു ലോകം നമുക്കുണ്ട്. ആ ലോകത്തെയാണ് ഇങ്ങനെ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തെയാണ് യോഹന്നാൻ ശ്ലീഹ ലേഖനത്തിൽ പറയുന്നത് സകല ലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. ഇത് നമ്മൾ വളർത്തിയെടുക്കുന്ന ഉള്ളിൽ. അപ്പോൾ ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിച്ചിരിക്കുന്നത് നമ്മളല്ല ഈ ദുഷ്ടൻ എന്നാണ്. അങ്ങനെയല്ലേ നിങ്ങൾ വിചാരിച്ചിരുന്നത്? അങ്ങനെ വചനമുണ്ട്, എടുക്കാമോ? യോഹന്നാൻ്റെ ലേഖനം 1 യോഹന്നാൻ എടുക്കാമോ? 1 യോഹന്നാൻ 5-ാം അധ്യായം 19-ാം വാക്യം. 1 യോഹന്നാൻ 5-ാം അധ്യായം. നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു, സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. അപ്പോൾ ഇത് വായിക്കുമ്പോൾ നമുക്കെന്താ തോന്നുന്നത്? ഞാൻ മാത്രം മാറി നിൽക്കുന്നു, എല്ലാവരും ഈ ഒരു ദുഷ്ടലോകമുണ്ട്, അതിൻ്റെ അധീനതയിലാണ് ഈ ലോകം മുഴുവൻ. പക്ഷെ ഞാൻ ഈ ലോകത്തിലാണെന്ന് നമ്മളങ്ങോട്ട് ചിന്തിക്കുന്നില്ല. ഞാൻ ഈ ലോകത്തിലാണെന്ന് മാത്രമല്ല, ഞാൻ ഈ ദുഷ്ടനാണെന്ന് നമ്മൾ ഒട്ടും ചിന്തിക്കുന്നില്ല. ഈ ദുഷ്ടൻ ഞാനാണ്. കാരണം എൻ്റെ ഉള്ളിൽ വളർത്തപ്പെടുന്ന ഈ തിന്മയുടെ ദുരാത്മാവിൻ്റെ അവസ്ഥാവിശേഷമാണ് ഈ ദുഷ്ടലോകത്തെ ഉണ്ടാക്കിയത്, അല്ലാതെ മറ്റവനല്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിച്ച് നമ്മളുടെ നീതിയെ നമ്മൾ ന്യായീകരിക്കുകയാണ്. അങ്ങനെ ന്യായീകരിക്കുമ്പോൾ മറ്റവൻ എല്ലാം അനീതി ചെയ്യുന്നവനും ഞാൻ മാത്രം നീതി ചെയ്യുന്നവനെന്നും വരും. അതുകൊണ്ടാണ് നിങ്ങൾ 18-ാം വാക്യം എന്ന് വായിച്ചേ. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1-ാം അധ്യായം 18-ാം വാക്യം. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വരുന്നു. അപ്പോൾ അനീതി എന്താണ്, നീതി എന്താണെന്ന് ആദ്യം നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ പരിശുദ്ധൻ പറയുകയാണ്,
ഇഫ് ഈവിൾ ഇൻസേർട്സ് ഇറ്റ്സ് പ്ലഗ് ഇൻ ടു ദ ബാറ്ററി, ഇറ്റ് ലീഡ്സ് ടു ഡിസ്ട്രക്ഷൻ. ബട്ട് ഇഫ് good connects with the battery, then everything in your life is beautiful, serene and divine. അത് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിരിക്കുന്നത്. അതായത് രണ്ട് ലോകം നമ്മുടെ ഉള്ളിലുണ്ട്. ആ രണ്ട് ലോകവും ശക്തി കിട്ടുന്നത് രണ്ട് എനർജിയിൽ നിന്നാണ്. പരിശുദ്ധാത്മാവിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന, അതായത് മാമോദീസായിൽ കൂടി നമ്മളിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന ആത്മവ്യാപാരത്തിൽ നിന്നാണ് നമ്മുടെ ദേഹി മണ്ഡലത്തിലേക്ക് ഈ ഫ്ലോ ഇറങ്ങി വരുന്നത് എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്തു സ്നേഹം, ദൈവസ്നേഹം അങ്ങോട്ട് നമ്മൾ പ്രതിഫലിപ്പിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഇറങ്ങിയെങ്കിൽ മാത്രമേ ഈ ദൈവിക സ്നേഹം നമ്മളെ ഉള്ളിൽ വർദ്ധിച്ച് വരികയുള്ളൂ. അങ്ങനെ വരുമ്പോഴേ സ്വർഗരാജ്യം ഉണ്ടാകത്തുള്ളൂ, ഇല്ലെങ്കിൽ ദുഷ്ടലോകം. ഇപ്പോൾ സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഇത് മരിച്ചു കഴിഞ്ഞ് കയറുന്ന ഒരു സംഗതിയല്ല. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ, പക്ഷേ അത് നമ്മുടെ ഉള്ളിൽ ആദ്യം ഉണ്ടാക്കണം. ഉണ്ടാക്കുവാൻ ആത്മാവിൽ നിന്ന് ഇതിനെ നമ്മൾ സ്വീകരിക്കണം. അതാണ് ബാറ്ററി. നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശക്തി ഇറങ്ങണ്ടേ, ശക്തി, ദൈവശക്തി. അതാണ് സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ ഏവനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബെൻസ് കാർ വാങ്ങിച്ചു. ബെൻസ് കാറിന് എത്ര രൂപ? ഇപ്പം 1 കോടി രൂപയാണെന്ന് വിചാരിക്കുക. അല്ല 2 കോടി, 10 കോടി രൂപയുടെ വരെ കാറുകളുണ്ട്. അതിലും കൂടിയതൊക്കെ ഉണ്ട്, എനിക്കറിയില്ല. എല്ലാം വാങ്ങിച്ചു വെച്ചു. 100 രൂപയുടെ പെട്രോൾ അടിക്കാതെ ഓടില്ല. പെട്രോൾ 100 രൂപയുള്ളൂ 1 ലിറ്ററിന്. പക്ഷേ അതില്ലാതെ ഇനി എന്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഓടില്ല. നീ 1 കോടിയല്ല 10 കോടിയല്ല എത്ര കോടിയുടെ കാറ് വാങ്ങിച്ചാലും 100 രൂപയുടെ പെട്രോൾ ആദ്യം അടിക്കണം. അത് അടിച്ചിട്ടിട്ടുണ്ട് മാമോദീസായിൽ. അതിൽ നിന്നാണ് എനർജി എടുക്കേണ്ടത്. സെറ്റിംഗ് എല്ലാം ഉണ്ട്. നോക്കുമ്പോഴെന്താണ്? അച്ഛനാണ്, കുർബാന ചൊല്ലുന്നുണ്ട്, വചനം പറയുന്നുണ്ട്, ദിവസം വായിക്കുന്നതെന്നൊക്കെ തോന്നിപ്പിക്കുന്നുണ്ട്, ട്രസ്റ്റിയാണ്, സെക്രട്ടറിയാണ്, മാതാപിതാക്കളാണ്, അപ്പനാണ്, അമ്മയാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ എവിടെയോ ശക്തി വ്യാപാരം ഇല്ല. അതുകൊണ്ടെന്താണ്? നമ്മൾ ചെയ്യുന്ന ആത്മീയ പ്രവർത്തനങ്ങൾ, നമ്മൾ വിശേഷിപ്പിക്കുന്ന സംഗതികളെല്ലാം അനീതികളായിട്ട് മാറുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, റോമർക്ക് എഴുതിയ ലേഖനം ആദ്യത്തെ 8 അധ്യായം വരെ നിങ്ങളെ ഞാൻ പെരുപ്പിക്കും. ഞാൻ കഴിഞ്ഞ ധ്യാനത്തിൽ പറഞ്ഞ ഓർമ്മയുണ്ടോ? 8 അധ്യായം വരെ തുടർച്ചയായിട്ട് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ആത്മാഭിമാനമുള്ള ഒരുത്തൻ പോയി ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നല്ല, അല്ലെങ്കിൽ ആരും അങ്ങനെ ചെയ്യുന്നല്ല. ഞാൻ പറഞ്ഞത് പാപബോധം വരണം. ആദ്യം അതിനെപ്പറ്റി ബോധം വരണം. ഇന്നതില്ല പാപബോധം. ഇന്ന് നമ്മൾ കൊടുക്കുന്നത് മുഴുവൻ, ദൈവത്തെപ്പറ്റി കൊടുക്കുന്ന മുഴുവൻ അനുഗ്രഹിക്കുന്ന, ശാപം മാറ്റുന്ന, കഷ്ടത നീക്കിത്തരുന്ന, അങ്ങനെ സർവ്വ സൽഗുണ പൂർണ്ണത മാത്രം നമ്മളുടെ മേൽ തരുന്ന, അല്ലെങ്കിൽ അത് ഉദ്ദേശം ഞാനിതാണ്, ഭൗതികമായി നമ്മളെ തൃപ്തിപ്പെടുത്തി അനുഗ്രഹിച്ച് പൂർത്തീകരിക്കുന്ന ഒരു ദൈവത്തെ മാത്രമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് പല സുവിശേഷങ്ങൾ എന്ന് പറയുന്ന സുവിശേഷമല്ലാത്ത പല പ്രസ്ഥാനങ്ങളും. അങ്ങനെയല്ല. ദൈവം നീതിമാനാണ്, നീതിമാൻ. പക്ഷേ നമ്മളെല്ലാം അനീതിയുള്ളവരാണ്. നമ്മളിലെല്ലാം അനീതിയുണ്ട്, പക്ഷെ നമ്മൾ അറിയുന്നില്ലത്. ചെറിയ കാര്യങ്ങൾ പോലും സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചാൽ മതി. കർത്താവ് ശ്രദ്ധിക്കുന്ന ആളാണ്. യാക്കോബിൻ്റെ ദശയിൽ മറ്റൊരു പ്രാർത്ഥനയുണ്ട്: എളിയ കാര്യങ്ങളിൽ പോലും സൂക്ഷിച്ചു നോക്കുന്ന ഞങ്ങളുടെ ദൈവമായ കർത്താവേ. വലിയവനും മഹാകാരുണ്യവാനും എളിയ കാര്യങ്ങളിൽ പോലും സൂക്ഷിച്ചു നോക്കുന്ന ദയാലുവായ കർത്താവേ എന്നാണ്. അങ്ങനൊരു പ്രാർത്ഥനയുണ്ട്. ഇപ്പം ചെറിയ കാര്യങ്ങളിൽ നമുക്ക് നമ്മളുടേതായ ന്യായീകരണങ്ങൾ പലയിടത്തുമുണ്ട്. അവിടെ സത്യത്തിൽ അനീതിയാണ് നടക്കുന്നത്. നമ്മളത് അറിയുന്നില്ല.
നമ്മളുടെ വിചാരം നമ്മൾ ചെയ്യുന്ന ഭാഗം മാത്രമാണ് ശരി എന്നാണ്. മറ്റവൻ്റെ സൈഡ് നമ്മളുടെ ആംഗിളിൽ മാത്രമാണ് കാണുന്നത്. ദൈവം അങ്ങനെയല്ല കാണുന്നത്, മറ്റവൻ്റെ സൈഡിലൂടെ നോക്കും. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ശക്തി വ്യാപാരം നമ്മളിലേക്ക് ഒഴുകേണ്ടിയിരിക്കുന്നു. ശക്തി എന്നുള്ള വാക്കിന് ഇവിടെ ഈ ഗ്രീക്ക് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഒരു സംഭവമല്ല, അത് നല്ല പവറാണ്. ആ പവർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പാപങ്ങളെ ജയിക്കുവാൻ പറ്റത്തുള്ളൂ, അല്ല പറ്റില്ല. വെറുതെ വന്ന് നിന്നെ ഒന്ന് തോണ്ടിയിട്ട് പോകുന്നവനോട് പെട്ടെന്ന് നമ്മൾ ഇറിറ്റേറ്റഡ് ആവും. എന്നാൽ ശക്തിയുള്ളവൻ ആകില്ല. അവൻ ഇൻഡോളൻ്റ് ആയിരിക്കും, ഇൻഡിഫറൻ്റ് ആയിരിക്കും. അതായത് നിസ്സംഗത, ആത്മീയ നിസ്സംഗത എന്ന് പറയും. അപ്പോൾ ശക്തി എന്നുള്ള വാക്കിന് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കേട്ടാൽ നിങ്ങൾക്ക് ആ വാക്കിൻ്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാവും. ശക്തി എന്ന് നമ്മളെപ്പോഴും പറയുന്നൊരു വാക്കാണ്. പക്ഷെ നിങ്ങൾ ബോംബെന്ന് പറഞ്ഞാലോ കുറച്ചുകൂടെ ഒരു ഗാംഭീര്യം വന്നില്ലേ? ബോംബിനേക്കാൾ വലിയ സാധനമാണ് ഡൈനാമിറ്റ്. കേട്ടിട്ടുണ്ടോ? ഡൈനാമിറ്റ്. തകർത്ത് കളയും, ഈ ഭൂമിയെ മുഴുവൻ തകർത്ത് കളയും. ഒറ്റ ഡൈനാമിറ്റ്. ഇവിടെ ശക്തിക്ക് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഡുനാമിസ് എന്നാണ്. ഡുനാമിസ്, ദൈവശക്തിക്ക് ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് ഡുനാമിസ്. അതാണ് അതിൻ്റെ പവർ. അല്ലാതെ വെറും പവർ എന്നുള്ള വാക്കല്ലത്. അത്രയ്ക്കും പവർ ഉണ്ടെങ്കിലേ സാത്താനോട് എതിർവിടാൻ പറ്റത്തുള്ളൂ. സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൈവശക്തി പ്രയോഗിക്കാനുള്ള ആയുധം നമ്മൾ സ്വരൂപിച്ച് ദിനം പ്രതി നമ്മുടെ ഉള്ളിലെ ആത്മീയ ലോകത്തിൽ, അതായത് നന്മയുടെ ലോകത്തിൽ കൂട്ടിവെച്ചില്ലെന്നുണ്ടെങ്കിൽ, ചരതിച്ച് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ ലോകത്ത്, രണ്ടാമതൊരു ലോകമുണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെ ഇത് കൂടി വരും. ആ കൂടി വരുന്നത് ചരതിച്ച് കൂടും. അതാണ് റോമർക്ക് ലേഖനം 2:5 പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ളവരുടെ മേൽ എന്ത് വരും? ദൈവത്തിൻ്റെ ക്രോധം വരുമെന്നാണ്. എന്തുകൊണ്ടാണ് ആ ക്രോധം വരുന്നത് അല്ലെങ്കിൽ വരുവാൻ സാധ്യതയുള്ളതെന്നുള്ളത് നമ്മൾ അടുത്ത സെഷനിലാണ് പഠിക്കുവാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ ദൈവത്തിന് ക്രോധം വരുന്നത്? നമ്മൾ സ്നേഹവാനായ ഒരു ദൈവത്തെ മാത്രം ഇങ്ങനെ അവതരിപ്പിച്ചിട്ടുണ്ട്. ദൈവം സ്നേഹമാകുന്ന ഒരു സംശയമില്ല കേട്ടോ, ഒരു സംശയമില്ല. പക്ഷേ ദൈവം സ്നേഹവാനാകുന്നുവെന്ന് പറയുന്നതോടൊപ്പം അതിനേക്കാളിൽ പ്രാധാന്യമേറിയതായി നമ്മൾ കരുതുന്നതും നമ്മൾ തിരിച്ചറിയാതുമായിരിക്കുന്ന ഒരു കാര്യമാണ് ദൈവം പരിശുദ്ധനാകുന്നു എന്നുള്ള കാര്യം. ഇതാണ് വലിയൊരു പ്രശ്നം. ദൈവത്തിൻ്റെ സ്നേഹം വ്യാഖ്യാനിക്കേണ്ടത് അവൻ്റെ പരിശുദ്ധിയുടെ ക്യാൻവാസിലാണ് എന്ന് ഞാൻ എപ്പോഴും പറയും. ഇല്ലെങ്കിൽ സ്നേഹം വ്യാജമായി പോകും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. അതിൻ്റെ അർത്ഥം വ്യാജമായ സ്നേഹങ്ങളുണ്ട്. അപ്പോൾ ആ സ്നേഹത്തിലേക്ക് വരുവാൻ വേണ്ടി ദൈവത്തിൻ്റെ നീതി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കുറച്ച് ഭാഗങ്ങളോട് ഇന്ന് വായിച്ചിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. അപ്പോൾ ഇവിടെ പറയുകയാണ്, but the same source supplies power to our good and our contrary self. At all times we are captive to one of the two. കണ്ടോ? ഇതിലേതേലും ഒരു ലോകവുമായിട്ട് നമ്മൾ അടിമപ്പെട്ടിരിക്കും. ഏത് ലോകത്തിന് അടിമപ്പെടാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് വിഷയം. At all times we are captive to one of the two, to good or to the evil. We must try to be captive to the good. താഴോട്ട് കുറേ കാര്യങ്ങളുണ്ട്. ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധയപ്പെടുത്താം. Then we gradually become captives of good, captives of Christ. അതായത് the same happens when we enter into the spiritual world. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ മതി. നമ്മുടെ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട് ആ ശക്തി നമ്മുടെ ദേഹിയുടെ 2 ലോകങ്ങളിലേക്കും വ്യാപരിപ്പിക്കുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ, അതിൽ ഒരു ഗുഡുമായിട്ടുള്ള ബന്ധപ്പെട്ട ലോകത്തിലേക്ക് നമ്മൾ അത് വളർത്തിയെടുക്കുമ്പോൾ, വി എക്സ്പീരിയൻസ് ക്രൈസ്റ്റ് ആൻഡ് വി ടേക്ക് ഓഫ്. നമ്മൾ കർത്താവിനെ
അപ്പോഴാണ് അറിയുന്നത്. അതായത് നമ്മുടെ ഈ നന്മയുള്ള ആ ഭാഗം, അല്ലെങ്കിൽ പിശാച് ബന്ധിച്ചിട്ടിരിക്കുന്ന ഭാഗത്തിലെ ക്രിസ്തു സ്നേഹം ഇറക്കി. കാരണം പിശാച് പണിയുന്നത് മൊത്തവും നമ്മുടെ ബോധമണ്ഡലത്തിലാണ്. ഹവയുടെ ബോധമണ്ഡലത്തിലാണ് വന്ന് പണിഞ്ഞത്. ആത്മാവിനെ അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആത്മാവ് വിശുദ്ധമാണ്. പക്ഷേ ആത്മാവിൻ്റെ ശോഭ കെടുത്തുവാൻ വേണ്ടി ബോധമണ്ഡലത്തെ തകർത്ത് കളയാൻ പറ്റും. ആ ബോധമണ്ഡലത്തിലാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ക്രിസ്തുവിനെ നിറയ്ക്കേണ്ടത് അവിടെയാണ്. അതാണ് ഇവർ പറയുന്നത്. അല്ല നമ്മൾ കുത്തിയിരുന്നിട്ട് നാളെ മുതൽ ഞാൻ തിന്മ ചെയ്യില്ല എന്നൊന്നും വിചാരിച്ചാൽ നമ്മളെക്കൊണ്ട് നടക്കുന്ന കാര്യമല്ലത്. കാരണം നമ്മുടെ ശരീരത്തിന് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, സുഖിക്കുവാൻ വേണ്ടി പാപം ചെയ്യുക. ആത്മാവിൻ്റെ സന്തോഷത്തെ ശരീരത്തിലേക്ക് വ്യാപരിപ്പിക്കുവാൻ ചില പ്രോസസ്സിംഗ് ഉണ്ട്. അപ്പം അതിൽ ക്രിസ്തു സ്നേഹം വളരെ പ്രാധാന്യമുള്ളതാണ്. വി ഫീൽ ഗ്രേറ്റ് ജോയ് ആൻഡ് ഹാവ് വണ്ടറസ് സ്പിരിച്വൽ എക്സ്പീരിയൻസസ്. ദെൻ വി ഗ്രാജുവലി ബിക്കം captives of good, captives of Christ, and then you become captives of good. You cannot speak evil, you cannot hate, and you cannot tell lies. നമ്മൾ ഈ ലോകത്തിൻ്റെ അടിമയായി പോകുമ്പോൾ നമ്മളിൽ പിന്നെ സത്യം പറഞ്ഞാൽ ഈ കഴിവ് നഷ്ടപ്പെടും. ഏത് കഴിവ്? കള്ളം പറയാനുള്ള കഴിവ്, തിന്മപ്രവൃത്തികൾ ചെയ്യാനുള്ള കഴിവ്, അതെല്ലാം നഷ്ടപ്പെടും. എൻ്റെ ഇവിടെ അടുത്ത സെൻറ്റൻസിൽ അത് പറയുന്നുണ്ട്. യു ആർ അൺഏബിൾ ടു ഈവൻ ഇഫ് യു വാണ്ട് ടു. നിങ്ങൾക്ക് വേണമെന്ന് വിചാരിച്ചാലും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റത്തില്ല. ഏത്? പാപം. അങ്ങനെ വരുമ്പോഴേ സുവിശേഷത്തെക്കുറിച്ച് അഭിമാനം ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ ലജ്ജ തോന്നിക്കൊണ്ടിരിക്കും. അപ്പോൾ ക്രിസ്തു സ്നേഹമാണ് ആദ്യം നിറയേണ്ടത്, അല്ലെങ്കിൽ അനീതിയുള്ളവരായിട്ട് മാറും. നമുക്ക് ഇന്നത്തെ ചിന്തകളെ അവസാനിപ്പിക്കാം. അതുകൊണ്ട് അടുത്ത ധ്യാനത്തിങ്കൽ എങ്ങനെയാണ് ഈ അനീതി വ്യാപാരം നമ്മളെ തകർക്കുന്നത്, അതുകൊണ്ട് നീതിമാനായിട്ട് എങ്ങനെ ജീവിക്കാം, ആരാണ് നീതിമാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് നമുക്ക് അടുത്ത സെഷനിലേക്ക് നമുക്ക് ധ്യാനാത്മകമായിട്ട് ചിന്തിക്കാം. അപ്പോൾ ഇന്ന് പഠിച്ചത് സത്യത്തിൽ 16ഉം 17ഉം വാക്യം മാത്രമാണ്. ഇവിടെ പറയുന്നു, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അതെവിടെ പറഞ്ഞിരിക്കുന്നതാണെന്നറിയാമോ? എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ എവിടെയോ എഴുതിയിട്ടുണ്ട്. അതാണ് അത് ഹബക്കുക്ക് 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ നീതിമാൻ എങ്ങനെയാണ് വിശ്വാസത്താൽ ജീവിക്കുവാൻ പോകുന്നത് എന്നുള്ള കാര്യം റോമാസഭയിൽ ഉണ്ടായ ഈ പ്രത്യേക വാഗ്വാദങ്ങൾ അല്ലെങ്കിൽ വഴക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. യഹൂദനാണോ യവനാണോ ഇപ്പോൾ വലിയ ആൾ, അതോ ഇതിൻ്റെ വ്യാപാരം എങ്ങനെ ക്രമീകരിക്കണം? ഈ പ്രശ്നം പൗലോസ്ലീഹ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇവരെ രണ്ടുപേരെയും ശകാരിച്ചുകൊണ്ട് എന്താണ് ദൈവരാജ്യത്തിൻ്റെ നീതി അല്ലെങ്കിൽ അനീതി എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പഠിപ്പിച്ച് തരുവാൻ പോവുകയാണ്. അതിനായിട്ട് നമുക്ക് ആദോർത്തിരിക്കാം. നമുക്ക് ശിരസ്സുകളെ നമിക്കാം, പ്രാർത്ഥിക്കാം.